നബിദിനാഘോഷം വിദഗ്ധാണ് എന്നതിന് ഒരു ഹദീസ് നമുക്ക് കിട്ടണം. ഞാൻ പറയാം. സാധാരണ വിശാദരണ പുള്ളി ഞാൻ കേട്ടു. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടേ പോയിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ പഠിക്കുന്നപ്പോൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇമാം അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു വഖദ് ലഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ വഹുവ മാ സബത ഫി സഹീഹൈൻ. നമ്മൾ സാധാരണ കേട്ടോളൂ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ സ്ഥിരപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു പിൻബലമുള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ സാധാരണ നമ്മളൊക്കെ ഉദ്ധരിക്കാറുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു ഗുരുനാഥൻ ഇമാം അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തന്റെ വായിസ് എന്ന കിതാബിൽ പറയുന്നുണ്ട് മിൻ അഹ്സനി മബുത്തിയ ഫി സമാനിന എന്ന് പറഞ്ഞ ഞാൻ വായിക്കുന്ന നേരം കളയല്ല. അതെ, അപ്പൊ ഇതൊരു പുണ്യമായ കാര്യമാണ്. സാധാരണ എല്ലാത്തിനും എതിരെ നമ്മൾ ഉദ്ധരിക്കുന്നതാണല്ലോ ബായിസ്. അതിൽ ഇമാം അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട് ഇത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇതിൽ അള്ളാഹുന്റെ റസൂലാണല്ലോ പറഞ്ഞത്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഔസത്തിലൊക്കെ നിവേദനം ചെയ്ത ഹദീസ. അല്ല റസൂലേ, ഇന്നസല ബിനാ അംറുൻ ലൈസ ഫീഹി ബയാനു അംരിൻ വലാ നഹിൻ ഫബിമാദാ തഅമുറുനാ. നബിയേ, നിങ്ങൾ അംറോ നഹിയോ ഒന്നും ഇല്ലാത്തൊരു കാര്യം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സലു സാലിഹീന വൽ ആബിദീൻ. നിങ്ങൾ ആബിദീങ്ങളോടും സലുൽ ഫുഖഹാ വൽ ആബിദീൻ, നിങ്ങൾ ആബിദീങ്ങളോടും ഫുഖഹാക്കളോടും നിങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രഗൽഭമതികളായ ഫുഖഹാവും ആബിദീങ്ങളുമാണല്ലോ, നമ്മൾ ഇരുപക്ഷവും അംഗീകരിക്കുന്ന പണ്ഡിതരാണല്ലോ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു, അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി, ഇബ്നു ഹജർ ഐതമി റളിയല്ലാഹു അൻഹു, നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നല്ലോ. അപ്പൊ ഈ മഹാന്മാരൊക്കെ പറഞ്ഞ ഇവരെ പിന്തുടരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറഞ്ഞത്. ഇനിയുണ്ടല്ലോ ഇമാം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അതെ. അപ്പൊ എന്ത് തെളിവാണ് ഈ നബിദിനാഘോഷം ബിദ്അത്താണ് എന്നുള്ളതിന് റസൂലുള്ളാഹിന്റെ ഹദീസോ ഖുർആനോ ഒരു ഹദീസോ ആയത്തോ തിരോ ഇതാണ്. വളരെ മാന്യമായിട്ട് അബ്ദുള്ള മുസ്ലിയാർ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതിന് ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി മറുപടി കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാഹ്, വളരെ മാന്യമായി അന്വേഷണ ബുദ്ധിയോട് കൂടി തന്നെയാണ് ഇവിടെ ബഹുമാനനായ അബ്ദുള്ള മുസ്ലിയാർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരു ശൈലിയാണ് നമുക്ക് പ്രോഗ്രാമിന്റെ അവസാനം വരെ ആവശ്യം. അതുകൊണ്ട് ആ ഒരു ശൈലി എല്ലാവരും സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കണം. ഇവിടെ മുസ്ലിയാരുടെ ചോദ്യം ഇത് ബിദ്അത്താണ് എന്ന് പറയാൻ എന്താണ് തെളിവുള്ളത്, ഏത് ഹദീസാണ് തെളിവുള്ളത്? അതിൽ രണ്ട് ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്, നിങ്ങൾ ഇപ്പോൾ ഉന്നയിച്ച ഉദ്ധരണികൾ അതൊക്കെ തന്നെയാണ് ബിദ്അത്തിന് തെളിവ്. നിങ്ങൾ പറഞ്ഞ വാചകം ആ വാചകം തന്നെ വ്യക്തമാണ് അത് ബിദ്അത്താണ്. നിങ്ങൾ പറഞ്ഞ ഒന്ന് ഇമാം അബൂ ശാമയുടെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന കിതാബിൽ നിന്നാണ്. എന്താ വാചകം? വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ, നമ്മുടെ ഈ കാലത്ത് പുതുതായി കടന്നു വന്നതിൽ പെട്ട നല്ലൊരു കാര്യമാണ്. ബിദ്അത്തായി കൊണ്ടുവരപ്പെട്ടതിൽ നല്ലൊരു സംഗതിയാണ് എന്ന് ഫീ സമാനിന, നമ്മുടെ ഈ കാലത്ത്. അപ്പൊ അവിടെ തന്നെ വ്യക്തമായി അത് ബിദ്അത്താണെന്നുള്ളത്. അബൂ ശാമ റഹിമഹുല്ലാഹ് അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല, അതിന് ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഫുഖഹായിന് പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മുൻഗാമികളുടെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ കാലത്തുണ്ടായ നല്ലൊരു ബിദ്അത്താകുന്നു എന്നാണ് അദ്ദേഹം തന്നെയും പറഞ്ഞത്. എങ്കിൽ പിന്നെ ബിദ്അത്താണ് എന്ന തെളിവ് എന്ത് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി അവിടെ ഇല്ല എന്നർത്ഥം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അസ്ലുണ്ട് എന്ന് പറഞ്ഞുവെന്ന് അൽ-ഹാബിദി ഫത്താവയിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് എടുത്തു ധരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇമാം അസ്ഖലാനിയുടെ ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നോ എവിടുന്ന് കിട്ടിയെന്നോ അവിടെ അവലംബം പറഞ്ഞിട്ടില്ല. അൽ-ഹാബിയിൽ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുമില്ല. സുയൂത്തി റഹിമഹുല്ലാഹ് ഇല്ലാത്തത് പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇമാം അസ്ഖലാനി രചിച്ച ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. ആ ഗ്രന്ഥങ്ങളിൽ അസ്ഖലാനി ഇമാമിന്റെ ഏതെങ്കിലും കിതാബിൽ അങ്ങനെ ഒരു വാചകം അന്വേഷിച്ചിടത്തോളം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കൾ ശ്രദ്ധയിലുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം. അതേസമയം സുയൂത്തി റഹിമഹുല്ലാഹ് അൽ-ഹാബിദി ഫത്താവയിൽ പറയുന്നു ഹാഫിദുൽ അസ്ർ ഇങ്ങനെ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനം എന്താണ്? തിങ്കളാഴ്ച നോമ്പാണ് താനും. തിങ്കളാഴ്ച നോമ്പാണ് അത് അടിസ്ഥാനമായി പറഞ്ഞതും. ഏതായിരുന്നാലും ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് അതിലൂടെയും ബോധ്യമാകുന്നു. ഇവിടെ ഊന്നിയപ്പോൾ എന്താ? പ്രവാചകർക്ക് ഇത് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളായ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാഹ് അവർക്ക് ആർക്കും പരിചയമില്ല. അതേതായാലും ശരി തന്നെയാണ്.
പിന്നെ ഉണ്ടായതെന്നാണ് അബൂഷാമ റഹിമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ 600-കളിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ അബൂഷാമ റഹിമയുടെ കാലഘട്ടത്തിൽ അതുണ്ടായത് എന്ന് ആ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. ഉണ്ടായതിനു ശേഷം നല്ല വിദഅത്ത് എന്നും ചീത്ത വിദഅത്ത് എന്നും ഹറാമ് എന്നും കറാഹത്ത് എന്നും മുസ്തഹബ് എന്നും ഒക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ധാരാളം പണ്ഡിതന്മാർ ലോകത്തുണ്ട് എന്നൊരു സത്യം തന്നെയാണ്. അതേസമയം ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ അടിസ്ഥാന തത്വപ്രകാരം തന്നെ ഇവിടെ ചോദ്യം ഉന്നയിച്ച മുസ്ലിയാരും പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദീനീ കാര്യത്തിൽ മതകാര്യത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള പ്രകാരം ഇത് പുതുതായി ഉണ്ടായതാണോ സംശയമില്ല. ഈ കാലത്തുണ്ടായ നല്ല ബിദ്അത്താകുന്നു എന്ന് പറയുമ്പോൾ പുതുതായി ഉണ്ടായതാണ് എന്ന് വന്നു. മാത്രമല്ല ഹദീസിന്റെ വാചകം മൻ അഹ്ദസ എന്നാണ്. ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഈ ആൻസ്വാലിബിൽ കാണാം ഇന്ന അമലൽ മൗലിദി ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ മൻ അഹ്ദസ ഫീ അംരിനാ എന്ന് അപ്പുറത്തെ ഹദീസ് പറയുന്നു. ഇവിടെ ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. അപ്പോൾ മൻ അഹ്ദസ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഇപ്പുറത്ത് ഖദ് ഹദസ പുതുതായി ഉണ്ടായിരിക്കുന്നു. ഹദീസിൽ ഏതു വാചകമാണോ പഠിപ്പിച്ചത് അതേ വാചകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശേഷക്കാർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ് എന്ന് വ്യക്തമാണ്. പിന്നെ ഈ വിഷയം എടുത്ത് നബിദിനാഘോഷം ബിദ്അത്താണ് എന്നൊരു ഹദീസ് ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ, നബിദിനം ആഘോഷിക്കൽ ബിദ്അത്താണ് എന്ന ഒരു ഹദീസ് ഉണ്ടോ, അങ്ങനെ ആയത്തുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ, പിൽക്കാലത്ത് വന്ന ഓരോ ബിദ്അത്തിനും പേരെടുത്ത് അന്ന് ഹദീസിൽ പറയുന്ന ശൈലി ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. ഉദാഹരണമായി അബ്ദുള്ള മുസ്ലിയാർ നാളെ സുബ്ഹി 3 റക്അത്ത് നിസ്കരിച്ചത് വിചാരിക്കാം, സങ്കല്പിക്കാം. അപ്പൊ പിന്നീട് എന്താ ഇന്നലെ 2 ആണല്ലോ, ഇന്നെന്തൊരു 3 ആയി. അപ്പൊ നിങ്ങൾ പറയാ 3 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊരു ആയത്തോ ഹദീസോ കിട്ടാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും, ചിലപ്പോ 4 ആക്കും, ചിലപ്പോ 5 ആക്കും, അല്ലെങ്കിൽ 3 4 പാടില്ല എന്ന് ഹദീസ് വേണം എന്ന് പറഞ്ഞാൽ ഏത് ഹദീസാ കൊടുക്കുക? ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്നു, ഒരു പുതിയ നോമ്പുണ്ടാക്കി. ഇപ്പൊ മെഹ്റാജ് നോമ്പ് നമ്മുടെ നാട്ടിൽ പിൽക്കാലത്തുണ്ടായതാണ്, ബറാഅത്ത് നോമ്പ് പിൽക്കാലത്തുണ്ടായതാണ്. ഇങ്ങനെ പുതിയ നോമ്പുണ്ടായി വരുമ്പോൾ ഈ നോമ്പ് പാടില്ല എന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ വെച്ചാലോ അതുണ്ടാവില്ല. അത് ഏത് കാലം മുതൽ ഉണ്ടായോ അവിടെ ഇങ്ങോട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യൂ. പ്രവാചക കാലത്ത് അങ്ങനെ പുതിയ ആചാരം വന്നാൽ അന്നത് എടുത്തു പറയും, ഇത് പാടില്ല ശരിയല്ല എന്ന് പറയുകയും ചെയ്യും. നേരെ മറിച്ച് പ്രവാചന കാലം കഴിഞ്ഞ് ഹിജ്റ 630 മരിച്ച അഥവാ 6 നൂറ്റാണ്ടിലധികം കഴിഞ്ഞ് മരണപ്പെട്ട മുളഫർ രാജാവ് തുടങ്ങി വെച്ച ഒരു ആചാരം, അതിനു മുമ്പ് ഷിയാക്കൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ആചാരം, ആ ആചാരം പേരെടുത്തിട്ട് ഇത് ബിദ്അത്താണ് എന്ന് അന്ന് നബി പറഞ്ഞിട്ടുണ്ടോ വെച്ചാൽ അത് സാധ്യമല്ല. ഇപ്പോഴും ഓരോ കൊല്ലങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ എത്ര ബിദ്അത്ത് വരുന്നു, എന്തെല്ലാം ആചാരങ്ങൾ വരുന്നു. കഴിഞ്ഞ കാലം വരെ പരിചയമില്ലാത്തത് ഇപ്പൊ പുതിയ ഉണ്ടായി വരുന്നില്ല. പുതിയ ദിക്റുകൾ, പുതിയ ദുആകൾ, പുതിയ സ്വലാത്തുകൾ എല്ലാം ഉണ്ടാകുന്നു. അവിടെയൊക്കെ ഒരാൾ പറയാണ് ഇത് പാടില്ല ഹദീസ് ഉണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് മൊത്തത്തിൽ പഠിപ്പിച്ചു മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, ആ അമൽ തള്ളപ്പെടേണ്ടതാണ്. ആ 2 ഹദീസ് പ്രകാരം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതോ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾ കൊണ്ടു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, ആ നബി എന്താണോ വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ നബി തങ്ങൾ കൊണ്ടു തന്നതിൽ നബിദിനാഘോഷമില്ല, സ്വഹാബിമാർ നബിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതിൽ നബിദിനാഘോഷമില്ല, സ്വഹാബത്തിന്റെ താബിഉകൾ ഏറ്റുവാങ്ങിയതിൽ നബിദിനാഘോഷമില്ല. ആ അമല് പ്രവാചക കൽപ്പന ഇല്ലാത്തതും പിൽക്കാലത്ത് വന്നതുമായതിനാൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. പ്രിയ സുഹൃത്തെ, ആ റസൂലുള്ളാഹിന്റെ ഹദീസ് തന്നെ റസൂലുള്ള പറഞ്ഞ ഹദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നല്ലേ ആ പറഞ്ഞ റസൂലിനോടാ. അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം പറഞ്ഞു പോയിട്ട് ഞാൻ പോയിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോടാ സഹാബത്ത് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലേ ഇന്നസല ബിനാ അംറുൻ ലൈസ ഫീഹി ബയാനു അംരിൻ വലാ നഹിൻ ഫബിമാദാ തഅ്മുറുനാ. നബിയെ നിങ്ങളെ അംറോ നിങ്ങളെ നഹിയോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പിൽക്കാലത്ത് വന്നാൽ, അഥവാ ഇന്നത്തെ മൗലിദാഘോഷം പോലെ ഒന്ന് വന്നാൽ, നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞല്ലോ, അത് വന്നാൽ എന്താണ് നബി ഞങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നത്? ഞാൻ സൗഹാർദ്ദമായിട്ട് ഹബീബെ ചോദിക്കുള്ളൂ. നിങ്ങൾ നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തും, ഞാൻ ഒരിക്കലും. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള ഫുഖഹാ വൽ ആബിദീൻ, നിങ്ങൾ
അതിഥികളോട് ചോദിക്കുകയും നിങ്ങൾ സ്വന്തമായി ഒന്നും പറയരുത്. അപ്പൊ നമ്മൾ ഫുഖഹാക്കളെ കണ്ടു, ആബിദീങ്ങളെ കണ്ടു. നിങ്ങളും നമ്മളും അംഗീകരിക്കുന്ന മഹാനായ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരൊക്കെ പറഞ്ഞത് പ്രകാരം പോകാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ നമ്മോട് നിർദ്ദേശിച്ചത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവോട് നബി പറഞ്ഞെന്താ? മുആദ് റളിയല്ലാഹു അൻഹു നബി ചോദിച്ചു, നബിയെ ഇദാ ജാന, നബി ഒരു മുആദ് നിനക്കൊരു സംഭവം വന്നാൽ നീ എങ്ങനെ വിധിക്കാം? നബി അഖ്ലീബി കിതാബില്ല, അള്ളാന്റെ കിതാബോട് ദിക്കും. ഫൈലം തജിദ് കിതാബില്ലെങ്കിലോ ഫബി സുന്നത്തി റസൂലില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തോട് ദിക്കും. ഫൈലം തജിദ് സുന്നത്തുല്ലെങ്കിലോ അപ്പൊ ഖുർആനും സുന്നത്തും ഇല്ലാത്ത ഉണ്ടാകാന്ന് മനസ്സിലാക്കണം. എന്താ അപ്പൊ പറഞ്ഞു, അജിത്തഹിദു ബിറയ്യി വലാലു, ഞാൻ ഗവേഷണം നടത്തും നബിയെ, ഞാൻ ഗവേഷണം നടത്തും. അന്നേരത്തെ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർദാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഫഅനാ ബിഹി ബിതറൈൻ. തങ്ങൾ പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലും ഇല്ലെങ്കിൽ എന്റെ റയ്യ് കൊണ്ട് ഞാൻ ഇജ്തിഹാദ് നടത്തുന്ന അല്ലെ. അപ്പൊ റസൂൽ അതിനെ സപ്പോർട്ട് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് സൗഭാഗ്യം നൽകിയ അല്ലാഹുവിനിക്കാണ് സർവസ്തുതിയും. അപ്പൊ ആ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ പ്രകാരം ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു, അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇവരോട് ചോദിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ മന്നാദസ പറഞ്ഞ റസൂല് സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ പഠിപ്പിച്ചെന്നിട്ട് ഞാൻ പോയിട്ടുള്ളൂ എന്ന റസൂലാ ഇത് പഠിപ്പിച്ചത്. അതുകൊണ്ടാ ഇമാമികൾക്ക് എതിരാകാത്ത. ഇനി നിങ്ങൾ മന്നാദസന്റെ ഹദീസിന്റെ അർത്ഥം ഞാൻ ഇമാമികൾ പറയുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വ്യാഖ്യാനം ഞാൻ വായിക്കാം. ഞാൻ ഈ വാർത്ത കടലാസൊന്നും വന്നിട്ട് ഞാൻ ഓട്ടോമാറ്റിക് വന്നാൽ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും അജ്തഹിദു ബിറഈ വലാ ആലു എന്ന് പറഞ്ഞ സ്വഹാബിയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അതിനർത്ഥം നമ്മൾ ഓരോരുത്തരും ഇസ്തിഹാദ് ചെയ്യണം എന്നല്ലല്ലോ. മാത്രമല്ല നിങ്ങളെ വിശ്വാസപ്രകാരം എന്താ? അയിമത്ത് മുജ്തഹിദായ 4 ഇമാമിയങ്ങൾ അവർക്കാണ് മുത്തലഖായ ഇജ്തിഹാദിന് അത് അവകാശമുള്ളൂ എന്നല്ലേ? നബവി ഇമാമിന് പോലും മദ്ഹബിലുള്ള ഇജ്തിഹാദിന് അവകാശമുള്ളൂ, മുത്തലഖിന്റെ ഇജ്തിഹാദ് ആ മർത്തബയ്ക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നല്ലേ അവർ ചർച്ച നടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വീക്ഷണപ്രകാരം ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞത് ആരാ? ഒരു സ്വഹാബിയ. എന്നാൽ ആ സ്വഹാബി ഗവേഷണം ചെയ്തിട്ട് കണ്ടുപിടിച്ചോ ഇങ്ങനെ ഏർപ്പാട് ഉണ്ട് എന്നുള്ളത് അതാണ് കിട്ടേണ്ടത്. ആ മുആദ് ബിൻ ജബൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പ്രകാരം പിരിക്കും, അത് ഇല്ലെങ്കിൽ സുന്നത്ത് പ്രകാരം പിരിക്കും, അതിലും എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനത് ഗവേഷണം നടത്തും. എന്നിട്ട് ആ സ്വഹാബിമാരിൽ 1,13,000 സ്വഹാബിമാർ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് അവരാരാ ഗവേഷണം ചെയ്തിട്ട് ഇങ്ങനത്തെ ആകാശം കൊണ്ടുവന്നത്? അതല്ല കിട്ടേണ്ടത്. 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരുന്നിട്ട് അവരാരെങ്കിലും ഇത് നബിയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല കാര്യം തന്നെയാണ് ഇത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ഒരാളുണ്ടോ? ഇല്ലല്ലോ. ഇനി ഫുഖഹാക്കളോട് ചോദിക്കുക, ആബിദികളോട് ചോദിക്കുക എന്ന് നബി പറഞ്ഞു. നാം പറയുന്നത് അല്ലാഹു അഅലം. ആ ഹദീസ് എന്താ അറിയില്ല, സഹിയാണോ അല്ല പരിശോധിച്ചിട്ട് അല്ലാഹു അഅലം. ഉണ്ടെങ്കിൽ തന്നെ ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന ഫുഖഹാക്കളാരാ? അൽ ഫുഖഹാ ഉസ്സബ്അ. പക്ഷേ അത് പറഞ്ഞല്ലോ ഇവിടെ 7 ഫുഖഹാക്കൾ, താബഈ പ്രമുഖരായ 7 ഫുഖഹാക്കൾ, അവരല്ലേ ഏറ്റവും പ്രഗൽഭന്മാർ? ആ ഫുഖഹാക്കൾ പറഞ്ഞോ ഇത്? മുജ്തഹിദീങ്ങളായ 7 ഇമാമിയങ്ങൾ പറഞ്ഞോ ഇത്? ഇനി 4 മദ്ഹബിലെ ഇമാമിയങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അവരുടെ ഫുഖഹാക്കളിൽ വമ്പന്മാർ, അവര് പറഞ്ഞു ഇത്? ഇല്ലല്ലോ. ഇനി അതിന് ശേഷം മുഖല്ലിദുകളാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ 3 പേരും മുഖല്ലിദീങ്ങളാണ്. അബൂ ശാമ റഹിമഹുല്ലാഹ് മുഖല്ലിദാണ്, അസ്ഖലാനി ഇമാം മുഖല്ലിദാണ്, അതേപോലെ സുയൂത്തി റഹിമഹുല്ലാഹ് പിൽക്കാലക്കാരാണ്, 10ാം നൂറ്റാണ്ടുകാരനാണ്. ഇവരാണിത് പറഞ്ഞു എന്ന് പറഞ്ഞത്. ഓല് പറഞ്ഞെന്താ? നല്ല ബിദ്അത്ത്. അവര് പോലും പറഞ്ഞു നല്ല ബിദ്അത്ത് സുന്നത്തിനോ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് എന്നോ 3 പെരുന്നാൾ ആഘോഷത്തിന് 3ാമത്തേതാണ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടിൽ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാര് ആൾക്ക് പറഞ്ഞു എന്താ? ഇത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. മുസ്ലിമീങ്ങൾക്ക് 3 ആഘോഷമാണുള്ളത്. 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദുൽ മീലാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ, പ്രവാചക ജന്മദിനം എന്ന പെരുന്നാൾ. ഈ 3 പെരുന്നാളാണ്, ഈ 3 ആഘോഷമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത് എന്നല്ലേ ഇവിടെ സമസ്തക്കാരായ ആളുകൾ എഴുതി പ്രചരിപ്പിച്ചത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് എന്നല്ലേ പ്രസിദ്ധികൾ എഴുതി പ്രചരിപ്പിക്കുന്നത്? എങ്കിൽ അതിനെന്താണ് അവലംബം? ഇനി ഫുഖഹാക്കളോട് ചോദിക്കാതെ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഫുഖഹാക്കൾ ഓലവക പറഞ്ഞിരുന്ന സമാനമായ ഫുഖഹാക്കളിലെ ഇബ്നു ഹജുൽ മാലിക്കി, അല്ലാമ അൽ ഫാക്കിഹാനി അത് പറഞ്ഞ സ്വീകരിക്കുക എന്നാണോ? ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി എന്താ പറഞ്ഞത്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഇതിന് ഒരു അടിസ്ഥാനം എനിക്കറിയില്ല. ആ ഫാക്കിഹാനിക്ക് തിങ്കളാഴ്ച നോമ്പിന്റെ ഹദീസ് അറിയാൻ നമുക്ക് പറയാൻ പറ്റുമോ? തിങ്കളാഴ്ച നോമ്പിന്റെ ഹദീസ് ഫാക്കിഹാനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയൂ? അസ്ഖലാനി ഇമാമിനേക്കാളും മുൻഗാമിയാണല്ലോ ഫാക്കിഹാനി. അസ്ഖലാനി ഇമാം പറഞ്ഞു എന്ന് സുയൂത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. അസ്ഖലാനി ഇമാമിന്റെ കിതാബിൽ എവിടെയും ഞങ്ങൾ ആരും അന്വേഷണത്തോടെ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും വേണം. അസ്ഖലാനി ഇമാമിന്റെ ഏത് കിതാബിലാണ് അദ്ദേഹം അത് പറഞ്ഞത്?
അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായി ഇന്ന് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന സർവ്വവ്യാപകമായ ഗ്രന്ഥങ്ങളിൽ ഈ പരാമർശം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശേഷം സുയൂത്തി റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ അത് വന്നു എന്നല്ലാതെ അസ്ഖലാനി ഇമാം എവിടെ പറഞ്ഞുവെന്ന് സുയൂത്തിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അതിൽ സംശയിക്കുന്നു എന്നേ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഏതായിരുന്നാലും ആ അസ്ഖലാനി ഇമാം ഫത്ഹുൽ ബാരിയിൽ ധാരാളം സ്ഥലത്ത് എടുത്തുദ്ധരിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണല്ലോ ഇമാം ഫാക്കിഹാനി. ആ ഫാക്കിഹാനിയാണ് പറഞ്ഞത് ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നഹ. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഈ മൗലിദിന് ഒരു അസ്ലും എനിക്കറിയില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദ മിൻ ഉലമാഇൽ ഉമ്മ. ഉമ്മത്തിലെ ആലിമീങ്ങളിൽപ്പെട്ട ഒരു ആലിമിൽ നിന്നും ഈ പ്രവർത്തനം ഉദ്ധരിക്കപ്പെടുന്നുമില്ല. ഏത് ആലിമീങ്ങൾ? അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, ദീനിൽ മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ, അൽ മുതമസ്സിഖുന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാൽപാദങ്ങളെ അപ്പടി പിൻപറ്റുന്ന മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനും ഈ ആചാരം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സദിൽ ഫുഖഹാ വൽ ആബിദീൻ എന്ന ഹദീസ് എടുക്കണമെങ്കിൽ പോലും എന്താ ചെയ്യേണ്ടത്? മാതൃകായോഗ്യരായ മുൻഗാമികളെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ഒരു പണ്ഡിതനിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. എന്നിട്ടോ ബൽ ഹുവ ബിദ്അത്തുൻ, എന്നാൽ അത് ബിദ്അത്താകുന്നു. അഹ്ദസഹൽ ബത്വാലൂന, ചില ബാത്രീങ്ങൾ, ചില വിഡ്ഢികളാണ് ഇത് പുതുതായി കൊണ്ടുവന്നത്. വശഹവത്തു നഫ്സിൻ, ദേഹേച്ഛക്കാരുമാണ്, സ്വാർത്ഥ താല്പര്യക്കാരുമാണ്. വഅതനാബിഹൽ അക്കാലൂന, ചില തീറ്റക്കുതിയന്മാരാണ് ഇത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ശേഷം അദ്ദേഹം പറയാം കർമ്മശാസ്ത്ര നിയമപ്രകാരം ഫുഖഹാക്കളോട് ചോദിക്കാനാണല്ലോ. അപ്പൊ ഫിഖ്ഹി നിയമം അദ്ദേഹം പറയാം. ഫിഖ്ഹി നിയമപ്രകാരം ഒന്നുകിൽ വാജിബ് എന്ന് പറയണം, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയണം, അല്ലെങ്കിൽ ജായിസ് എന്ന് പറയണം, അല്ലെങ്കിൽ കറാഹത്ത് എന്ന് പറയണം, അല്ലെങ്കിൽ ഹറാം എന്ന് പറയണം. എന്നാൽ ഇത് വാജിബല്ല. കാരണം എന്താ? ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണ്. സുന്നത്തുമല്ല, കാരണം ദീൻ പഠിപ്പിക്കാത്ത ഒന്നാണ്. ഇനി ജായിസ് എന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു അതും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഇത് ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടലാണ്, അത് അനുവദനീയമല്ല. ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടലാണ്, അത് അനുവദനീയമല്ല. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് ഒന്നുകിൽ കറാഹത്ത് അല്ലെങ്കിൽ ഹറാം എന്നേ പറയാൻ തരമുള്ളൂ എന്ന് പഠിപ്പിച്ചതും ഒരു ഫഖീഹാണല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബിൽ അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ് എന്ന സ്വന്തം കൃതിയിലാണ് അല്ലാമ ഫാക്കിഹാനി റഹിമഹുല്ലാഹ് അക്കാര്യം പറഞ്ഞത്. ഇമാം അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ ധാരാളം സ്ഥലത്ത് എടുത്തുദ്ധരിക്കുന്ന മാതൃകായോഗ്യനായ പണ്ഡിതൻ തന്നെയാണല്ലോ അല്ലാമ ഫാക്കിഹാനി. ആ ഫാക്കിഹാനി പറയുന്നു ഇത് ബിദ്അത്താണ്, മതത്തിൽ പുതിയതായി കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് വാജിബെന്നോ സുന്നത്തെന്നോ ജായിസെന്നോ ഇതേക്കുറിച്ച് പറയാവതല്ല. ഒന്നുകിൽ കറാഹത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഹറാം എന്ന് പറയാം. അപ്പൊ അവനാണ് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്ത എടുക്കാതിരിക്കുക എന്ന നയമല്ലല്ലോ വേണ്ടത്. ഫുഖഹാക്കളോട് ചോദിക്കാതെ പറഞ്ഞാൽ ഫുഖഹാക്കൾ സ്വന്തം മക ദീനിലാക്കി പറയുന്നവരല്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എങ്കിൽ ആ ഫുഖഹാക്കൾ ആരെങ്കിലും ഇതാ ഇതിന് ഇന്ന മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ ചെയ്തിയുണ്ട്, അതേപോലെ താബിഈങ്ങളുടെ ചെയ്തിയുണ്ട്, പ്രവാചക കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇത് സ്വീകരിക്കാം, ഒരു സംശയമില്ല. അത് ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ. ഇവരാരും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സുയൂത്തിയോ അതേപോലെ അസ്ഖലാനി പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇബാറത്തിലോ ഇനി അബൂ ശാമയുടെ അൽബാഇസിലോ ഒന്നും ഈ വിഷയത്തിൽ പ്രവാചകന്റെ മാതൃകയുണ്ട് എന്നോ സ്വഹാബത്തിന്റെ മാതൃകയുണ്ട് എന്നോ താബിഈകളുടെ മാതൃകയുണ്ട് എന്നോ 4 അഇമ്മത്തിന്റെ മാതൃകയുണ്ട് എന്നോ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പറഞ്ഞവർ തന്നെയും പറഞ്ഞെന്താ? നല്ല ബിദ്അത്താണ്. സുയൂത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞെന്താ? ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ് എന്നാ. അദ്ദേഹം പറഞ്ഞു അന്ന അമദൽ മൗലിദി ഇന്ദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم يمد لهم سمات يأكلون وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها فاعلها. ഇതാണല്ലോ പറഞ്ഞത് ഉസ്തുൽ മഖ്സദി ഫീ അമദിൽ മൗലിദ് എന്ന അധ്യായത്തിൽ. ഖുർആൻ ഓതുക, അതേപോലെ പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ. ഒരുമിച്ച് കൂടുക, ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക, മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്താണ്. വർദ്ധിപ്പിച്ചാലോ നല്ല ബിദ്അത്തല്ല. അപ്പൊ മങ്കൂസ് ഓതാനല്ല പഠിപ്പിച്ചത്, സല്ലല്ലാഹു ഓതാനല്ല പഠിപ്പിച്ചത്. അതിലൊക്കെ ഖുർആൻ ഹദീസ് അല്ല, അതിനപ്പുറത്ത് മറ്റെമ്പാടുമുണ്ട്. കള്ളക്കഥയുണ്ട്, ഇല്ലാത്തതുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ സുയൂത്തി പറഞ്ഞു എന്ന് പറയുന്നവർക്ക് പോലും സുയൂത്തി പറഞ്ഞതെന്താ? ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി ഹദീസും പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയാം. പ്രത്യേകം പറഞ്ഞു മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ യാതൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്താണ്. അപ്പൊ ഒരു ഖുർആനോത്തുണ്ടാക്കിയ തന്നെ നല്ല ബിദ്അത്ത് എന്നാ പറഞ്ഞത്. റബീഉൽ 12 മൗലിദിലെ ഏടൊന്നും എടുക്കണില്ല, ഇരുന്നിട്ട് ഒരു യാസീൻ ഓതി ഒരു 2 ഹദീസും പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞാൽ പോലും അതും ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്ത് എന്നല്ലേ സുയൂത്തി പറഞ്ഞുള്ളൂ.
എങ്കിൽ അവിടെ ഈ നബിപ്രകാശവും അതേപോലെ ഇല്ലാത്ത കഥകളും കെട്ടുകഥകളും അതേ പ്രവാചകനെ വിളിച്ച് തേടുന്ന വരികളും എല്ലാം കൂടി ചേർന്നാൽ അതൊക്കെ നല്ല വിധത്തിൽ സുയൂത്തി പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരാളും ഇത് സുന്നത്തായോ പ്രവാചകന്റെ മാതൃകയുള്ളതായോ സഹാബിമാർക്ക് പരിചയമുള്ളതായോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അവര് പറഞ്ഞവരെ പോലും പറഞ്ഞത് നല്ല ബിദ്അത്ത് എന്നേ പറഞ്ഞുള്ളൂ, അതിനപ്പുറത്തേക്ക് അവരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നല്ല ബിദ്അത്ത് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, നല്ല സുന്നത്ത് ചെയ്യാൻ ശ്രമിക്കാം. വല്ലാതെ വാശി പിടിച്ച് ഇറങ്ങാറായി ഒപ്പിച്ച് ഇബാദത്തുണ്ടാക്കി കൊടുത്തിട്ട് എന്തിനാപ്പത് നല്ല ബിദ്അത്ത് സ്ഥാപിക്കാൻ? നല്ല ബിദ്അത്ത് സ്ഥാപിക്കാനാണല്ലോ അതൊക്കെ. എങ്ങനെയെങ്കിലും കെട്ടിമറിഞ്ഞ് ഇറങ്ങാറായിട്ട് നല്ല ബിദ്അത്ത് ചെയ്യണം എന്ന നിയ്യത്തല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഒരു ബിദ്അത്തും എനിക്ക് വേണ്ട, ബിദ്അത്ത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്താണെങ്കിലും എനിക്ക് ബിദ്അത്ത് വേണ്ട, എനിക്ക് സുന്നത്ത് മതി എന്ന് വിചാരിക്കാൻ എന്താ പ്രയാസമുള്ളത്? അതുകൊണ്ട് അതിലേക്ക് മടങ്ങണം എന്നാണ് സ്നേഹബുദ്ധിയ ഉണർത്താൻ. അബ്ദുള്ള മുസ്ലിയാർക്ക് ചോദിക്കണ്ട ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ പിന്നെ ഹബീബേ, ഞാൻ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഹദീസ് റിജാലുഹു റിജാലു സ്വഹീഹി എന്നതിന് ശേഷം പറഞ്ഞിട്ട് ഞാൻ പഠിച്ചത് റബ്ബ് തൗഫീഖ് ചെയ്തിട്ടില്ലാത്തൊന്നും ഞാൻ പറയില്ല. എന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിന്റെ ശേഷം പറയുന്നുണ്ട് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഔസത്തിൽ ഉദ്ധരിച്ചതാണ്. സ്വഹീബുൽ തഅഫ് എന്നിട്ട് പറയുന്നുണ്ട് റിജാലുഹു റിജാലു സ്വഹീഹി, ഇതിന്റെ പരമ്പര സ്വഹിയായ ഹദീസിന്റെ പരമ്പരയാണ്. അപ്പൊ ആ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രകാരം ഞങ്ങൾ പോകണുള്ളൂ. പിന്നെ തെക്ലീദിന്റെ വിഷയം നമ്മൾ എടുക്കണ്ടല്ലോ, അതിലുള്ളവർ അങ്ങനെ നമ്മൾ ഇങ്ങനല്ലേ, നിങ്ങളെയും നമ്മൾ ഒരേ റൂട്ടിലായിട്ടാണല്ലോ പോകേണ്ടത്. ഞാൻ മുക്കല്ലിദാണെന്നുള്ളത് ഓക്കെ, അതല്ലല്ലോ. നിങ്ങളെ റോളിൽ നിന്നിട്ട് നിങ്ങൾ അണികൾ കൂടി അംഗീകരിക്കാൻ പറ്റുന്ന നിലക്ക് മറുപടി പറയണം. അപ്പൊ ആയതുകൊണ്ട് അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ ഇമാം അബൂ ഷാമ റളിയല്ലാഹു അൻഹു. പിന്നെ നിങ്ങൾ പാക്യാനിയും പക്കിയല്ലേ ചോദിച്ചു. പാക്യാനി ഇമാമിന് നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല. ഇമാം പാക്യാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖണ്ഡിച്ചിട്ടുണ്ട്. ഇമാം സുർക്കാനി പറയുന്നത് എന്താ? വതകഫല സുയൂത്തി ലിറദ്ദി മസ്തനദ അലൈഹിൽ പാക്യാനിയു ഹർഫൻ ഹർഫ. ഇമാം പാക്യാനി പറഞ്ഞതിന് അക്ഷരാർത്ഥത്തിൽ ഹർഫ് ഇമാം സുയൂത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പാക്യാനി തള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, ഇമാം അബൂ ഷാമ റളിയല്ലാഹു അൻഹു അവരംഗീകരിക്കാനോടും അവരോട് ചോദിച്ച് പഠിക്കാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ വായിച്ചല്ലോ ഹദീസ് റിജാലുഹു റിജാലു സ്വഹീഹി സ്വഹിയ പരമ്പര എന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ. പിന്നെ ബിദ്അത്ത് എന്ന് പറഞ്ഞില്ലേ, ബിദ്അത്തൊക്കെ ഒഴിവാക്കിയല്ലേ, ഇതൊരു ഭാഷാപരമായ ബിദ്അത്താണെന്ന് അസ്ഖലാനി പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ ഇമർ റളിയല്ലാഹു അൻഹു തറാവി റസൂലോട് വെച്ചാണല്ലോ, അതിനെ പറ്റിയിട്ട് നിയമത്തിൽ ബിദ്അത്ത് വാദിക്കുന്ന അറിഞ്ഞേ. അതിന്റെ അർത്ഥം ഇതൊരു ബിദ്അത്താണ് തറാവിക്കരിക്കണമെന്നല്ലോ. ആ പുതിയ ഒരു രൂപത്തിനെ കുറിച്ചല്ലേ, അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യലും അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിക്കലും അവരോടത്തോടുള്ള സമാധീതമായ സ്നേഹം കാരണം അടുത്ത് വാരി കൊടുക്കലും സ്വഹീഹുൽ ബുഖാരിയോട് മുസ്ലിമോട് സ്ഥിരപ്പെട്ടാണല്ലോ. കാരണം ഖദീജ ബീവിന്റെ മദ്ഹ് ചെയ്ത് ഖദീജ ബീവിനോടുള്ള സമാധീതമായ സ്നേഹം കാരണം ഖദീജ ബീവിന്റെ പേരിൽ ആടർത്ത് വാരിക്കൊട്ട് സ്വഹീഹുൽ ബുഖാരി മുസ്ലിമല്ലേ. ദഫ്മുട്ടി മരിച്ചുപോയ ബദരീങ്ങളെ വിളിച്ച് ദഫ്മുട്ടി പാട്ട് പാടിയത് ബദർ രണാങ്കണത്തിൽ രക്തസാക്ഷികളായ ആ ബദരീങ്ങളെ വിളിച്ച് പാട്ടുപാടി ദഫ്മുട്ടി പാട്ട് പാടിയതിന് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ച് ബുഖാരി മുസ്ലിമാണല്ലോ. യന്തുബിന എന്ന് പറഞ്ഞ അസ്കലാനി അർത്ഥബദ്ധ പറഞ്ഞത് മയ്യത്തിന് ഏറ്റവും നല്ല വിശേഷണങ്ങളോട് വിളിക്കലാണെന്ന് അൽ-ഹാഫിദ് അസ്കലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ. അപ്പൊ പിന്നെ വിദ്യാർത്ഥിന്നതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട അർത്ഥ വാരി കൊടുക്കുന്ന റസൂലുള്ള ചെയ്തു ഖദീജ ബീവിയോടുള്ള സമാധീതമായ സ്നേഹം പ്രകടിപ്പിക്കാൻ. അതങ്ങനെ തന്നെ അസ്കലാനി പറയുന്നുണ്ട്. നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ വായിക്കും വാർത്ത അള്ളാഹു സാധിച്ചിട്ടൊക്കെ ഞാൻ നിഷേധിക്കൂല. അപ്പൊ ഇത് സുന്നത്തോട് സ്ഥിരപ്പെട്ടതാണ്. വിദ്യാർത്ഥിന്ന് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ ഉണ്ടായിട്ട് ഓലൊക്കെ പറഞ്ഞ പ്രയോഗം എന്താ? നല്ല വിധേയത്തിനാണല്ലോ. ഈ പറഞ്ഞ ആടർക്കലും ഈ പറഞ്ഞ തിങ്കളാഴ്ച നോമ്പും ഈ പറഞ്ഞ മദ്ഹും ഈ നുതുബയും എല്ലാം ഉണ്ടായിട്ടും ഇത് സുന്നത്ത് എന്നോ വാജിബ് എന്നോ ശറഇന്റെ ഭാഗമെന്നോ ആരും പറഞ്ഞില്ലല്ലോ. നേരെ മറിച്ച് അവർക്ക് നല്ല ബിദ്അത്ത് എന്നാണ്. അത് തന്നെ ഉള്ളവർ തന്നെ. അത് ഞാൻ പറഞ്ഞ അസ്ഖലാനി എവിടെ പറഞ്ഞു? നിങ്ങൾ ഇപ്പോഴും പറയണില്ല. അസ്ഖലാനി ഇമാമിന്റെ ഏത് കിതാബിൽ പറഞ്ഞു? നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. അപ്പൊ സുയൂത്തി റഹിമത്തുള്ളാഹിയുടെ അൽ-ഹാബിദി ഫതാവയിൽ ഖാല ഹാഫിദുൽ അസ്ർ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതല്ലാതെ അതിനപ്പുറത്ത് അസ്ഖലാനി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ അന്വേഷിച്ചൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇനിയുള്ള പ്രശ്നം എന്താ? ഫാഖിഹാനി റഹിമത്തുള്ളാഹി നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ സുയൂത്തി റഹിമത്തുള്ളാഹി ഹർഫൻ ബിഹർഫ് ഗണ്ണിച്ചിട്ടുണ്ട്. എന്താ ഗണ്ണനം? എന്താ ഗണ്ണനം? ആ ഹർഫൻ ബിഹർഫ് ഗണ്ണിച്ചു എന്ന് പറയാൻ സുയൂത്തി തന്നെയും പറഞ്ഞിട്ടുണ്ട്. സുർക്കാനി മാത്രമല്ല, സുയൂത്തി തന്നെയും പറഞ്ഞു വാന അസൂഖുഹു ബിറുമ്മത്തിഹി ثم അറുദ്ഹു അലൈഹി ഹർഫൻ ബിഹർഫിൻ. അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ അങ്ങനെ തന്നെ എടുത്തു കൊടുക്കാം, എന്നിട്ട് ഗണ്ണിക്കാം. ഗണ്ണിച്ചത് എന്താ? പിന്നെ ഫാഖിഹാനി പറഞ്ഞ വാക്കെന്താ? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നah.
ഈ മൗലിദിന് അള്ളാന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഒരു അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. അതിനെന്താ ഗണനെന്നറിയോ? എനിക്ക് അറിയില്ലെന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അടിസ്ഥാനം ഇല്ലാന്ന് വരുമല്ലോ എന്ന്. അല്ല ഇപ്പൊ ഹർഫം ബിഹർഫ് ഗണ്ഡനം ലാ അഅലമു എന്ന് പറഞ്ഞാല് നഫ്യുൽ ഇൽമേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയാ എന്നല്ലേ ഉള്ളൂ, അസ്ൽ ഇല്ലാന്ന് വരുമല്ലോ. അസ്ൽ അദ്ദേഹം പറഞ്ഞോ? ഇല്ല. പറഞ്ഞ അസ്ൽ ഏതാ? തിങ്കളാഴ്ച നോമ്പ്. അതേപോലെ അക്കീഖത്തുൽ ഹദീസും ഈ രണ്ട് അസ്ലല്ലേ പറഞ്ഞുള്ളൂ, വേറെ അസ്ൽ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ ഇതാ നബി ചെയ്തിട്ടുണ്ട്, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, താബീങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു അസ്ൽ ആ ഗണനത്തിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത് ഫാക്കിയാനി പറഞ്ഞ എന്താ? വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമാസികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളെ കാൽപാദങ്ങൾ പിൻപറ്റുന്ന ദീനിൽ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അതിന് മറുപടി എന്താ അറിയോ? മുദഫർ പണ്ഡിതനായിരുന്നു, അത് മൗലിദ് ഉണ്ടാക്കി കൊടുത്ത ഇബ്നു ദഹിയ പണ്ഡിതനായിരുന്നു. അതാ ഖണ്ഡനം. അടുവിലെ കാര്യമുണ്ടോ? മാതൃകായോഗ്യരായ ആലിമീങ്ങളാരും ചെയ്തതായി ഉദ്ധരിക്കപ്പെടുന്നില്ല എന്ന് ഫാക്കിഹാനി പറഞ്ഞതിന് മറുപടി എന്താ? മുദഫർ പണ്ഡിതനാണല്ലോ, മുദഫറിന് മൗലിദ് രചിച്ചു കൊടുത്ത ഇബ്നു ദഹിയ പണ്ഡിതനാണല്ലോ എന്നാ ഖണ്ഡനം. മുദഫർ ചെയ്തിട്ടില്ല എന്നല്ലല്ലോ ഫാക്കിഹാനി പറഞ്ഞത്, ഇബ്നു ദഹിയ മൗലിദ് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളെ കാൽപാദങ്ങളെ ശേഷിപ്പുകളെ മുറുകെ പിടിക്കുന്ന ദീനിൽ മാതൃകയാക്കേണ്ടുന്ന പണ്ഡിതന്മാരിൽ ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. എന്താ മറുപടി പറയേണ്ടത്? നാ പിടിച്ചോ എന്ന് പറഞ്ഞ സ്വഹാബത്ത്, താബിഈങ്ങൾ, താബികൾ മുതലിങ്ങോട്ട് എണ്ണിക്കുത്തവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഖണ്ഡനമാണ്. അത് ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞു, ഹർഫം ബിഹർഫ് മറുപടി പറഞ്ഞു എന്നല്ലാതെ അത് മറുപടി അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഒരാൾക്കും ഇതിൽ വാദമില്ല. 4 ഖലീഫമാർക്ക് പരിചയമുണ്ട്, സ്വഹാബിമാർക്ക് പരിചയമുണ്ട്, താബിഈങ്ങൾക്ക് പരിചയമുണ്ട് എന്നൊന്നും വാദമില്ലല്ലോ. പിന്നെ ഖദീജ ബീവിന്റെ പേരിൽ ആടിനർത്തി എന്ന് പറഞ്ഞു കേട്ടതൊന്നും ഖദീജ ബീവി ജനിച്ച അന്നാണ് ആടിനർത്തത് എന്ന്. ഇവിടെ ആടിനടക്കാൻ പറ്റുമോ എന്നല്ലല്ലോ പ്രശ്നമുള്ളത്. ആട് നമ്മളൊക്കെ ഇറക്കലുണ്ട്, അതല്ല പ്രശ്നം. ആടിനടക്കാൻ പറ്റുമോ എന്ന് തർക്കണ്ടോ? അതേസമയം ജന്മദിനം ആഘോഷിക്കാൻ തെളിവെന്ത്? അത് നമ്മൾ ഹെഡിങ് ജന്മദിനാഘോഷം അനിസ്ലാമികം തന്നെ. ഖദീജ ബീവിന്റെ ജന്മദിനത്തിലാണോ ആട് നടത്തത്? അതുമായി തെളിവ് ഒരു സംശയം നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിന്റെ ജന്മദിനത്തിലോ ഇനി വേണ്ട മരിച്ച ദിവസം നോക്കിയിട്ടോ ആണ് ആടർത്തത് എന്ന് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, മറ്റെവിടെയെങ്കിലും ഉണ്ടോ? തർക്കമില്ല, തെളിവായി സ്വീകരിക്കാം. പക്ഷേ അത് കാണുക സാധ്യമല്ല. അതേപോലെ പാട്ടുപാടി അവരെ മഹത്വങ്ങൾ പറഞ്ഞു, മഹത്വങ്ങളൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഇവിടെ വിശ്വാസത്തിൽ റസൂലുള്ളാഹിന്റെ എത്ര മഹത്വം പറഞ്ഞു? എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടുത്തെ വിശ്വാസത്തിൽ ബഹുമാനനായ അബ്ദുറഹ്മാൻ സ്വാലി അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും മഹത്വങ്ങൾ എത്ര പറഞ്ഞു? മഹത്വം പറഞ്ഞ അല്ല തെറ്റ്, മദഹിനല്ല ആക്ഷേപം, പ്രശംസക്കല്ല ആക്ഷേപം. ആ ഹബീബിനെ പ്രശംസിക്കാതിരിക്കാൻ ആർക്കാ കഴിയാം? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തങ്ങളെക്കാളേറെ വിശ്വാസിക്ക് ഏറ്റവും ബന്ധം പ്രവാചകരോടാണ്. എങ്കിൽ പിന്നെ ആ ഹബീബിനെ മദഹ് പറയാതിരിക്കാൻ കഴിയും? അതൊന്നുമല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകമായ ആഘോഷം, അതും ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞ് 2 പെരുന്നാൾ കഴിഞ്ഞാൽ 3ാമത്തെ പെരുന്നാളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അത് എവിടുന്ന് കിട്ടി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. 2 പെരുന്നാൾ ഹദീസിലുണ്ട്, ഖുർആനിൽ സൂചനയുണ്ട്. ഈ 3ാമത്തെ പെരുന്നാൾ ആര് പഠിപ്പിച്ചു? ലൈലത്തുൽ ഖദ്റിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിനേക്കാൾ മഹത്വമാണെങ്കിൽ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാകണ്ടേ? അതുണ്ടായിട്ടില്ല. ഒരു ഹദീസിലും ഉണ്ടായിട്ടില്ല. എങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വാചകങ്ങളിൽ പോലും നമ്മുടെ കാലത്തുണ്ടായ നല്ല ബിദ്അത്താണ് എന്നേ പറയുന്നുള്ളൂ. സുയൂത്തി റഹിമഹുല്ലാഹ് പോലും ഖുർആൻ ഓതി ഹദീസ് ഓതി ഭക്ഷണം കഴിച്ചു പിരിയുക, മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലാണ് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. വർദ്ധിപ്പിച്ചാൽ സുയൂത്തിയുടെ പിന്തുണയും അതിനില്ല എന്നാണ് സൂചിപ്പിച്ചത്. പിന്നീട് കുറെ മുസ്ലിയാക്കന്മാരുണ്ട്, വരും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കണം. ശരി, നല്ലതാണ്, ആ സംസ്കാരം നല്ലതാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് പറ്റില്ലല്ലാത്ത എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്. ഞങ്ങളെ സുന്നി നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉസ്താദ്, ഫൈസൽ ഹസൻ ഉസ്താദ് പോലുള്ള ചെങ്കൂറ്റമുള്ള പണ്ഡിതന്മാർ ഇവിടെ മുജാഹിദുകളായ ആളുകൾ ചോദ്യം ചോദിക്കാൻ വന്നാൽ കയ്യിൽ മൈക്ക് കൊടുക്കും. അതിന് ധൈര്യമുള്ള ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉപചോദ്യം എത്രയായാലും മറുപടി പറയാൻ ആണത്തമുള്ള അബ്ദുൽ ഹക്കീം ഇവിടെ അബ്ദുള്ള മുസ്ലിം ചോദിച്ചല്ലോ, മൂപ്പർക്ക് കൃത്യമായി ചോദിക്കാൻ നമ്മൾ അവസരം കൊടുത്തു. പിന്നെ ഈ ചങ്കൂറ്റത്തിന്റെയും ആണത്തത്തിന്റെയും ഒന്നും കഥ പറയണ്ട, നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. അയാള് നമ്മൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അബ്ദുള്ള മുസ്ലിം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, എല്ലാം ചോദിച്ചു. നിങ്ങൾ ഹക്കീം നിങ്ങളെ ചോദ്യം ചോദിക്കും, അനാവശ്യമായി വർത്താനം പറഞ്ഞ് നീട്ടിക്കൊണ്ടോളി. ഫുള്ള് പറയാൻ നിങ്ങളെ ചോദ്യം ചോദിച്ചോളി സുഹൃത്തെ. ഏതായാലും ഇവിടെ
ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നിന്ന് ഫൈസൽ മൗലവിയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏതായാലും മുത്തുനബിയുടെ 12-നല്ലെങ്കിലും ഇപ്പൊ ഒരു സുബഹിയെയോ മറ്റേനെയൊക്കെ ഖാസാക്കി നാളത്തെ സുബഹിക്ക് തെളിവുണ്ടോ ഇങ്ങനെ ചോദിക്കണതിന് പ്രശ്നമുള്ളൂ. നമുക്ക് എന്നും എപ്പോഴും മുത്തുനബിന്റെ മദ്ഹ് അതുപോലെ തന്നെ സഹസൊക്കെ നടത്താം എന്നാണ് മനസ്സിലായത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, ഇവിടെ നാം ഒരു വിഷയത്തിനെ എതിർക്കണമെങ്കിൽ ഇസ്ലാമിന്റെ 5 ഹുക്കുമുകളുണ്ട്. ഒന്ന് വാജിബ്, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ ജായിസ്, അല്ലെങ്കിൽ കറാഹത്ത് ഹറാമ്. ഈ 5 ഹുക്കുമുകളാണ് ഇസ്ലാമിലുള്ളത്. ഇതിൽ നാം എതിർക്കണമെങ്കിൽ ഒന്ന് കറാഹത്താകണം, അല്ലെങ്കിൽ ഹറാമാകണം. നിങ്ങൾ എതിർക്കുന്ന നാട് നീളെ സുന്നികളായ ഞങ്ങൾ നടത്തുന്ന മുത്തുനബിയുടെ മദ്ഹിനെയും അതോടനുബന്ധിച്ച് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെയും അതിനൊക്കെ ഇസ്ലാമിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ച വന്നാൽ നമുക്ക് പറയാം. നിങ്ങൾ ഈ എതിർക്കുന്നത് ഒന്നിക്ക് കറാഹത്താതിന്റെ പേരിലാകണം, അല്ലെങ്കിൽ ഹറാമായതിന്റെ പേരിലാകണം. ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്, വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മൗലിദാഘോഷം, സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. പണി നിർത്തിക്കാളി. നിങ്ങൾ ആവക ഏർപ്പാടില്ലല്ലോ, ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ അവിടെ പോയി പറ്റും. വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്ര വ്യക്തമായി ഇവിടെ പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലാക്കി പരിചയമില്ല എന്നുള്ളത്. നിന്നെക്കാൾ നിങ്ങൾക്കറിയാം, എന്നെക്കാൾ ഇറങ്ങിക്കറിയാം. അതുകൊണ്ട് അതൊക്കെ അല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാർ തക്കിബി എന്തറിയോ? നിങ്ങൾ എത്ര സത്യം വിശ്വസിച്ചിട്ടാ അത് നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർ തക്കിബി ഉണ്ട്, അല്ലെങ്കിൽ കൂക്കി വിടുന്നത് ഇവിടുന്ന്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു? സദീഖുൽ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നിങ്ങൾ പറയാൻ ധൈര്യമുണ്ടത്? ഈ വേദി വന്നിട്ട് കൊളത്തൂരും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സദീഖുൽ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കണ ഏർപ്പാട്, ഞാൻ ഫുൾ ആയത്താവുന്നത്. നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടെ ആഘോഷിക്കുക. എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ ചോദിക്കുക, ഇത് പാടില്ല ആയത്തും. അതിനർത്ഥം പറഞ്ഞു നാളെ പോയി സുബഹി 3 നിസ്കരിച്ചോളി, നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മഅ്മൂമിനോട് പറയും ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് നിസ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരോട് പറഞ്ഞല്ലോ, അവർക്ക് റസൂലാനെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിയെ അറിയാം, പക്ഷെ അംഗീകരിച്ചില്ല. അപ്പാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അല്ലാഹു റസൂൽ ഒരു മാതൃക വിഷയത്തിലില്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അതേ ദീനാവൂല. ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വകല്ല, ഞങ്ങളെ വക ഒരു ബടായി നമ്മൾ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന, അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അതൽപ്പങ്ങളും പറഞ്ഞു ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹ് പറ ദീൻ പൂർത്തിയാക്കി, മോലമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനർത്ഥം എന്താ? നബി നമ്മളെ പറ്റിച്ചതല്ലേ? പഠിച്ചോ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെ പോലത്തെ മോലമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീനിൽ കാണൂല, എന്നാൽ പിൽക്കാലത്ത് ഉണ്ടായില്ല, എന്നാ പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നിമുരായ പ്രശ്നമല്ല. ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ലക്സങ്ങൾ വെച്ചത്? സ്വഹാബിമാരുടെ പേരിൽ കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളുടെ പേരിൽ കളവുകൾ വെച്ചില്ലേ, ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബിദിനം ആഘോഷിക്കാൻ തെളിവിട്ട് ആയത്ത് കൊടുത്തില്ലേ?
നബിദിനാഘോഷം എനിക്കൊക്കതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ? പെരുന്നാൾ നമുക്കുള്ളത് എഴുതിയിട്ടില്ലേ? അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വക നുട്ടിനായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതൊക്കെ കൊണ്ടുവരികള് അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് ആനവിൻ പഠിപ്പിരിയ ഒരു പ്രശ്നമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ? ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇല്ലേ, ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നമ്മൾ പറയും. അല്ല ഇത് കറാഹത്താണ് ആയത്തുണ്ടോ? ഇല്ല, അങ്ങനെ ആയത്തില്ല. ഇത് ഹറാമാണ് ആയത്തുണ്ടോ? അങ്ങനെ ആയത്തില്ല. അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമാണ് എടുക്കാൻ പറ്റാം? ഇനി ആയത്തുള്ള ഹറാമ ഒഴിവാക്കിണ്ടോ? അല്ല ഹറാമായിട്ട് നേക്കുന്ന സംഗതിയാ. പന്നി മാംസം ഹറാമാണ്, അത് ഒഴിവാക്കി. ശവം ഹറാമാണ്, അത് ഒഴിവാക്കി. രക്തം ഹറാമാ, അത് നിങ്ങൾ ഒഴിവാക്കി. അല്ലാഹു അല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത. അല്ലാഹു അല്ലാത്ത പേര് നേർച്ച നേരപ്പെട്ടത്, അല്ലാഹു അല്ലാത്ത പേര് ബലിയെടുക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പഠിച്ചുള്ള ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ട വിചാരിക്കുക ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. എല്ലാ ഹറാമും മുഴുവൻ ഭാര്യപ്പ് നടക്കും ചെയ്യാം, എല്ലാ ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക് മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാക്കിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ. ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളിവിടെ ഓതിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്സിറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത്? എനിക്ക് അതാണ് കിട്ടേണ്ടത്. ഈ ആയത്ത് എവിടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം കഴിക്കുന്നത് ഹറാം ഇല്ല. സംശയമില്ല. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. അതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. ഇപ്പൊ നിങ്ങൾ സക്കാഫിയാണെന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്താ കാരണം? എന്നാ സാധനം ഉണ്ടാ. എന്ത് പോയത്താ മുസ്ലിം ചോദിക്കുന്നത്? എന്ത് പോയത്തത്? ഖുർആൻ ഇറങ്ങി 630 കൊല്ലം ഏർപ്പാടാണിത്. വിശുദ്ധ ഖുർആനിലെ അവസാന ആയത്തും ഇറങ്ങി 630 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുദഫർ രാജാവ് മരിക്കുന്നത്. അയാളല്ലേ തുടങ്ങിയത്? മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. 630 മുദഫർ രാജാവാ ഇത് കൊണ്ടുവരുന്നത്. അയാൾ തുടങ്ങിയ ഏർപ്പാടാ. അതിനു മുമ്പ് ഷിയാക്കൾ തുടങ്ങിയത്. ഷിയാക്കൾ തുടങ്ങിയതിനാണ് ഖുർആൻ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ചങ്ങാതി ഒരു പുതിയ സാധനം കൊണ്ടുവരാം. അതിന് പിന്നാലെ കുറച്ച് സക്കാഫികളൊപ്പം കൂടാ. എന്നിട്ട് പറയും അത് പാടില്ല, ആയത്തുണ്ടോ? നിങ്ങൾ എല്ലാ ഹറാമും ചെയ്തോളി എന്നേ പറയാനുള്ളൂ. എല്ലാ ഹറാമും ചെയ്തോളി. എന്താ കാരണം? ഇത് ഹറാമാണ്, ഖുർആൻ ഉണ്ടോയിക്ക അത് കാണൂല, എന്നാ ഞാൻ ചെയ്യാണ് എന്ന് തീരുമാനിച്ചോളി. വളരെ തുച്ഛമേ ഖുർആൻ ഉണ്ടാവില്ല ഹറാമായത്. വ്യഭിചാരം ഹറാമാണ്, ഖുർആനുണ്ട്. പലിശ ഹറാമാണ്, ഖുർആനുണ്ട്. അതേപോലെ മദ്യം ഹറാമാണ്, ഖുർആൻ. മദ്യം ഹറാമാണ്, ഖുർആനില്ല. നിങ്ങൾ ഒഴിവാക്കണില്ലേന്ന് ചോദിച്ചുള്ളൂ. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഒഴിവാക്കണില്ലേന്ന് ചോദിച്ചത്. ഹറാമാണ് ഖുർആൻ പറ്റില്ല, എന്നാ ദേശം അതും ആവാ എന്ന് വേണി പറയുന്നൊക്കെ. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ്, അത് ഹറാമ്, മറ്റത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിന് പുറമെ വേറെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത്. നേരെ വെച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്തിനാ? ദീന് പഠിപ്പിക്കാനാണ്. ദീന് പൂർണ്ണമായും പഠിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ദീനിനെ ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദീനിനെ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ടിച്ചേർത്താലോ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മലകാലത്തിൽ അതിലില്ലാത്ത ഒന്ന്, അതിൽപ്പെടാത്ത ഒന്ന് ആര് പുതുതായി കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് പുതുതായി കൊണ്ടുവന്നതാണോ? നിങ്ങൾക്കും തർക്കമില്ല, ഒരു മുസ്ലിയാർക്കും തർക്കമില്ല. എല്ലാവരും സമ്മതിക്കുന്നു നല്ല ബിദ്അത്താണ് എന്നെങ്കിലും. അത്രല്ലേ ഉള്ളൂ. നല്ല ബിദ്അത്താണ് എന്നല്ലേ മാക്സിമം ഉള്ളൂ. അപ്പൊ ബിദ്അത്താണ് പിൽക്കാലത്ത് ഉണ്ടായത്, പുതിയതാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നു. അവിടെ ബാക്കിൽ എഴുത്തുകൊടുത്തേക്കപ്പോ അപ്പൊ യഥാർത്ഥത്തിന് ഇത് ബിദ്അത്താണ് എല്ലാവരും സമ്മതിക്കുക. പിൽക്കാലത്ത് ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു, മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമദൽ മൗലിദി ഖദ് ഹദസ, അത് പുതുതായി ഉണ്ടായിരിക്കുന്നു. ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹദീസിൽ കാണാം മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. എത്ര വ്യക്തമാണ്? ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം ഹദീസിൽ. ഇത് പുതുതായി കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളെ കിതാബിൽ. ഇനി എന്താ അപ്പുറത്തെ ആവശ്യം? അതുകൊണ്ടാണ് അല്ലാമ ഫാക്കിഹാനി അർത്ഥസംഖ്യകളെ പറഞ്ഞത് ഇത് ഹറാം തന്നെ അല്ലെങ്കിൽ കറാഹത്ത് തന്നെ. മാത്രവുമല്ല ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ ഒരു കാര്യം കൂടി പിന്നെ ശേഷം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. അല്ലാഹുവിന്റെ മുമ്പിൽ എന്നോട് റബ്ബനോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ
പരലോകത്തിൽ മഹ്ശറിൽ വരുമ്പോ പടച്ച റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബ് എന്നോട് ചോദിച്ചാൽ, അല്ല ഫാക്കിഹാനി, നിങ്ങൾ ദുനിയാവെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ബിദ്അത്താണ്, ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മഹ്ശറിൽ വെച്ച് എന്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല, അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. ഇൻ അൻഹു സുഇൽതു, ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന. ഇനി 2-3 വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാൽ ഇവിടുന്നൊക്കെ കേൾക്കുള്ളൂ, വേറൊന്നും കേൾക്കൂല. അതുകൊണ്ട് എന്താ അറിയോ, ഒന്ന് അൽ മുഅല്ലിം മാസിക, ഈ കെ വിഭാഗം സുന്നികൾ, അതിൽ പറയാ 2006 ഏപ്രിൽ, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. അഥവാ ആ ചർച്ച പറഞ്ഞ് അതിനിടയ്ക്ക് ഭാരത സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാ ഇനി അതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. പ്രവാചകന്റെ കാലത്ത് നബി തിരുമേനിയുടെയോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. കണ്ടോ, നബിന്റെ കാലത്ത് ആ ഏർപ്പാടില്ല, അതുകൊണ്ട് നബി അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല, അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഒലവക കൂട്ട്, കണ്ടോ, നബി പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഒലവക. എന്താ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തിരുമേനി നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമില്ല. അത് അംഗീകരിച്ച നബി റബീഉൽ 12 ആഘോഷിക്കാൻ പറഞ്ഞില്ല. നബിയുടെ വായിൽ നിന്ന് അത് കേട്ടുപറ്റിയ സ്വഹാബിമാർ റബീഉൽ മാസത്തെ പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല. പിന്നെ മുസ്ലിം ചോദ്യം എന്താ അറിയോ, 12 ഒഴിവാക്കിയിട്ട് എന്നും മദ്ഹ് ചെയ്യാൻ തർക്കമില്ലല്ലോ. ഒരു തർക്കമില്ല, എന്നും ചെയ്യണം. മദ്ഹ് മാത്രമല്ല, എല്ലാ സമയത്തും രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ നമ്മളൊക്കെ എണീക്കാൻ എങ്ങനെ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഇതെന്തിനാ നമ്മൾ ചൊല്ലണത്? എന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടാണ് എണീറ്റത്. ഇത് ചൊല്ലാനായി എന്നെ പഠിപ്പിച്ചത്. ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോ എല്ലാ ദിക്റും നിർവഹിച്ച് അവസാനമായി അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളുഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക അമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്നും പറഞ്ഞ അവസാനമായി കിടക്കുമ്പോ എന്തിനാത്? എന്റെ ഹബീബ് അങ്ങനെയാണ് രാത്രി കിടന്നത്, എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അതിൽ ആർക്കും തർക്കമില്ല മുസ്ലിയാരെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഇവിടെ പ്രശ്നം ഇതാ അൽ ഇർഫാദ് മാസിക AP സുന്നിയാൽ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. 1 ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, 3-ാമത്തേത് ഈദു മീലാദി റസൂലില്ലാഹ്, തിരുനബിയുടെ ജന്മദിനം. കണ്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം. 1 ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ, അതെവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാമത് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ, എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 3-ാമത് ഈദു മീലാദ് റസൂലില്ലാഹ്, എവിടെയുണ്ട്? ഖുർആനിലില്ല, ഹദീസിലില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, ഷാഫിഈ ഇമാമിന് പരിചയമില്ല, 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല. നേരെ മറിച്ച് ഷിയാക്കൾ ഉണ്ടാക്കി മുളഫർ രാജാവ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ പറയാനുള്ളത്? അതെങ്ങനെ നമുക്ക് 3-ാമത്തെ ഈദായി മാറി? നബി തങ്ങൾ പറഞ്ഞെന്താ? ഖദ് അബ്ദലക്കുമുല്ലാഹു ഖൈറൻ മിൻഹാ, ആ ജൂതന്റെ ആഘോഷങ്ങളെക്കാൾ ഖൈറായത് നിങ്ങൾക്ക് റബ്ബ് പകരം തന്നു എന്ന് പറഞ്ഞിട്ടാണ് 2 പേരിൽ നിശ്ചയിച്ചത് തന്നെ. ഈ ഹദീസ് കിതാബൊക്കെ എടുത്ത് നോക്കി, പെരുന്നാളിന്റെ സുന്നത്തുകൾ അവിടെ കാണും, ഈദുൽ ഫിത്റിന്റെ സുന്നത്തുകൾ, ഈദുൽ അദ്ഹയുടെ സുന്നത്തുകൾ വിശദമായ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട്. എന്താണ് ഈദ് മീലാദ് റസൂലിന്റെ സുന്നത്ത് എവിടെ പറഞ്ഞത്? ഏത് കിതാബിലുള്ളത്? എവിടെയാണ് പരാമർശിച്ചത്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരോ മുഫസ്സിറുകളോ ഫുഖഹാക്കളോ അവരാരെങ്കിലും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ മീലാദിന്റെ ഈദിന്റെ മര്യാദകൾ, സുന്നത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ, ഫർളുകൾ, റുക്നുകൾ എന്ന് പറഞ്ഞ എണ്ണി പറഞ്ഞ എവിടെങ്കിലും ഉണ്ടോ? എന്തിനാ മുസ്ലിം നമുക്ക് ഷിയാക്കളെ ഏർപ്പാട്? എന്തിനാ ഷിയാക്കള് ഈ രീതികൾ? എന്തിനാ വക രീതികൾ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് ചെയ്താൽ പോലെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഈകളോ തബഉ താബിഈകളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഹസൻ ബസ്രി അടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല. അവിടെ അവരെ പേര് കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന അവസാനിപ്പിച്ച് നിങ്ങൾ വേണേ ആഘോഷിച്ചോളി, പക്ഷേ ഇത് ദീനാന്ന് പറയണ്ട, ഇത് ഇസ്ലാമാന്ന് പറയണ്ട, ഇത് പുണ്യമാണെന്ന് പറയണ്ട, ഇത് അവിടേക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ നിങ്ങൾ കളവ് പറയേണ്ടതില്ല എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വൽ ഫായിസീന ബിറിദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫൈസൽ മൗലവി സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ചോദിച്ചല്ലോ, നബിദിനാഘോഷം ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഏതാണ്? അല്ലാഹു തആല ഏത് ആയത്തിലൂടെയാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞു ചോദിച്ചല്ലോ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന നല്ല ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബർസൻജി മൗലിദ്, സുബ്ഹാൻ മൗലിദ്, ഷറഫുൽ അന മൗലിദ്, അതുപോലെ മങ്കൂസ് മൗലിദ്, സരന്ദീപ് മൗലിദ്, മഹ്മൂദ് മാല, ഇങ്ങനെ 5-8 കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ഉസ്താദുമാരല്ലേ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നത്. അത് വലിയ ഭവ്യതയോടുകൂടി വലിയ ആദരവോടുകൂടി മുണ്ടൊക്കെ വിരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചിലപ്പോ കുറച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നടത്തിയിട്ട് വലിയ ഒരു ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും നമ്മുടെ ഉസ്താദുമാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലപ്പോൾ സാധാരണക്കാരും ചിന്തിക്കാറുണ്ട്. എന്റെ മാന്യന്മാരായ സഹോദരന്മാരോട് ഞാൻ പറയാം, ഈ മങ്കൂസ് മൗലിദ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം, സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദാ. ഇത് തുടങ്ങുന്ന ആ വചനം, ഇതിന് തെളിവെന്താ? ഇത് എവിടെ വന്നു? ഏത് ഹദീസിലുള്ളതാ? ഏത് ആയത്തിലുള്ളതാ? സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന് ഇതാ ഇന്ന ഹദീസ് പണ്ഡിതനും ഇന്ന മുഹദ്ദിസ് ഉദ്ധരിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണോ? ആ വിഷയത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമാണ്, അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി അങ്ങനെ വെറുതെ തട്ടിവിടുകയാണോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വരികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന വിഷയം എന്താണ്? റൂബിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു. ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫി ആമിൻ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒരു പ്രകാശമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എവിടെ പ്രവാചകൻ പറഞ്ഞത്? അങ്ങനെ ഉണ്ട് ഹദീസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്തൊരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതത്തിൽ അതിന്റെ ഹുക്കം എന്താ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹ് പറയാത്ത ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് ആ റബ്ബിനെ സംബന്ധിച്ച് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവരെക്കാൾ ലോകത്ത് വേറെ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ അക്രമല്ലേ സഹോദരന്മാരെ, പൊന്നു മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കളവുകളാ! മൗലിദുകൾ പരിശോധിച്ചു നോക്കിയാൽ മങ്കൂസിലും ഷറഫുൽ അനാമിലും ബർസൻജിയിലുമെല്ലാം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുക? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വഹയായി നൽകിയിരിക്കുന്നു എന്ന്. അല്ലാഹു ഖുർആനിൽ പരാമർശിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കാത്ത കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് ആവർത്തിച്ച് അല്ലാഹുവിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ കളവ് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരെ കൊണ്ട് മുസ്ലിംമാർ ചെയ്യിപ്പിക്കുന്ന വലിയ തെറ്റാണ്. കാരണം ഈ മങ്കൂസ് മൗലിദ് ഓതുമ്പോ, ഈ ഷറഫുൽ അനാം പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാല റസൂലുള്ളാഹ് കാലല്ലാഹ് എന്ന് പറയുമ്പോഴല്ലേ അതൊരു ഹരണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, ഇതിന് ദീനുമായി ബന്ധമുണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നണ്ടേ? അതിന് കാല റസൂലുള്ളാഹിയെ തട്ടിവിടുമ്പോ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം ആ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ മതവിധി എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ പേരിൽ വല്ലവനും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൗലിദുകളിലൂടെ എത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഖുർആനിന് ഘടകവിരുദ്ധമായ ഒരു ആശയം തന്നെയാണ് മൗലിദാഘോഷം എന്നുള്ളത്. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ തന്നെയാണ്, ആയത്തുകളിലൂടെ നിഷിദ്ധമെന്ന് പഠിപ്പിച്ച കാര്യം തന്നെയാണ് മൗലിദാഘോഷത്തിലൂടെ മുസ്ലിയാക്കന്മാരെ, ഈ സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനിച്ചില്ല, കേട്ടോളൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മങ്കൂസ് മൗലിദിൽ പറഞ്ഞു അത് 2000 കൊല്ലം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന ഒന്നാമത്തെ കളവ്. രണ്ടാമത്തെ കളവ് കേട്ടോ, ജാല മുഹമ്മദ് മൗലിദ് പറയുന്നത് പ്രവാചകന്റെ ആ പ്രകാശം 70,000 കൊല്ലം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ്. ആരാ പറഞ്ഞ്? അത് ആര് പറഞ്ഞു? ഇതാ പറയുന്നു, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ പേരിൽ രണ്ടാമത്തെ കളവ്, പ്രവാചകന്റെ പേരിൽ അടുത്ത കളവ്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി ഫഇന്നഹു സജദ ലില്ലാഹി സിനീന വഖാല അല്ലാഹു തആല. അടുത്ത വരി കേട്ടോ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ പേരിൽ കളവ്, പ്രവാചകന്റെ പേരിൽ കളവ്. ഇതാ ജാല
മുഹമ്മദ് മൗലിദിന്റെ അവസ്ഥ, ഇതാ ഷറഫുൽ അനാമിന്റെ അവസ്ഥ, ഇതാ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ. ഇങ്ങനെ അല്ല പറയാത്ത കാര്യങ്ങൾ, പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ അല്ല പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് ഈ ആളുകളെ കൊണ്ട് കളവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു തആല പറഞ്ഞ ആയത്തിന് നേരെ വിരുദ്ധമായ എതിരായ കാര്യമാണ്. അതുകൊണ്ട് മൗലിദാഘോഷം ഹറാമാണ് എന്നും അത് തെറ്റാണ് എന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ സാധിക്കും. പിന്നെ സറംദീപ് മൗലിദ്, ആ സറംദീപ് മൗലിദിലും കാണാം ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, സാരില്ല, അത് വിഷയാക്കേണ്ടതില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനം നമുക്ക് ചെറിയൊരു മാറ്റം വരും. ഒന്ന് രാത്രി പോയിട്ട് മലന്ന് കടന്ന് നല്ലപോലെ ആലോചിച്ചാൽ ഈ പ്രയാസമൊക്കെ മാറും. അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുമ്പോൾ ഇത്രയും കാലം സ്വീകരിച്ച ശിർക്ക് ഖുറാഫാത്തുകൾ ബിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലേക്ക് തറക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. ഇന്ന് രാത്രി പോയിട്ട് ഉളുവെടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ ഒരുപാട് പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു, ഇതിനു മുമ്പ് ഒരുപാട് ബിദ്അത്തുകളും ശിർക്കുകളും ചെയ്തിട്ടുണ്ട്, അല്ല പറയാത്ത കാര്യം അല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ പുറത്തു തരണേ, ഹിദായത്ത് തരണേ എന്ന് അള്ളാഹുവോട് നല്ല മനസ്സോട് കൂടി പ്രാർത്ഥിച്ചാൽ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്താൻ ഈ കൂക്കുന്ന സാധാരണക്കാർക്ക് സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരാ. ഒരു കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരായിരുന്നു. കൂക്കി തോറ്റ് പ്രമാണങ്ങളെ കൂക്കൽ കൊണ്ട് തോൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നു. കൂക്കിയത് കൊണ്ട് മൗലിദിലെ കളവ് ഇല്ലാതാവുകയില്ല, കൂക്കിയത് കൊണ്ട് മൗലിദിൽ പറഞ്ഞ ആരോപണങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. കേട്ടോ എന്താ സറന്ദീപുകാരൻ പറഞ്ഞത്? ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖലഖതു നൂറ മുഹമ്മദിൻ മിൻ നൂരി, മുഹമ്മദ് നബിയുടെ നൂറിനെ ഞാൻ എന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു. ഈ ആയത്ത് എവിടെ ഉള്ളത്? ഖാലല്ലാഹു തആല എന്ന് പറയുന്ന ഈ ആയത്ത് എവിടെയുണ്ട്? സറന്ദീപ് മൗലിദുകാരൻ പറഞ്ഞ ഈ ആയത്ത് എവിടെ ഉണ്ട്? ചോദ്യമാണ്. ഇനി കേട്ടോ, തറഫുൽ അനാം മൗലിദ് അതിലും പറയുന്നുണ്ട്. അതേപോലെ തറഫുൽ അനാം മൗലിദിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം, സുമ്മ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖലഖ 7,000 അബ്ഹുരിൻ, 70,000 കടലുകൾ സൃഷ്ടിച്ചു. അല്ലാഹു സൃഷ്ടിച്ചു എന്നാ ഏത് ആയത്തിലാണത്? ഏത് ഹദീസിലാണത്? ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം അല്ലാഹു പറയാത്ത കാര്യം അല്ലാഹു പറഞ്ഞു എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് കള്ളം പറയുന്ന ഏർപ്പാട് ഉള്ളത് കൊണ്ട് അത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യമാണ്. അല്ലാഹുവിന്റെ പേരിലും കളവ് പറയാൻ പാടില്ല, പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം ഹറാമാണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിയാർക്ക് ഏത് ചോദ്യം? ഹക്കീം മുസ്ലിയാർ ചോദ്യം ചോദിക്കൂ. ശബ്ദിക്കണ്ട. ഹക്കീം മുസ്ലിയാർ ചോദിക്കൂ. ശബ്ദിക്കണോ? ശബ്ദിച്ചോട്ടെ, നിങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ. ഫൈസൽ മൗലവിയുടെ വിശദീകരണത്തിൽ നിന്ന് അള്ളാഹുവിനിക്ക് പരിധി കൊടുക്കുകയാണ്. അള്ളാഹു ഇത്ര വരെ പറയാൻ പാടുള്ളൂ, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യമൊന്നും അള്ളാഹു താല പറയാൻ പാടില്ല. കാരണം അതിന്റെ മുമ്പ് വരെ ഖുർആന് ഇറങ്ങുന്നതിന് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമേ അള്ളാഹു താലാക്ക് പറയാൻ പാടുള്ളൂ എന്ന ഒരു പരിധി മൂപ്പര് നിശ്ചയിച്ചു. അള്ളാഹു താലാക്ക് അങ്ങനെ പരിധി നിശ്ചയിക്കാൻ പറ്റുമോ? ഒന്ന് മാത്രമല്ല, ഇപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് വിഷയം തിരിച്ചു വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരു വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്ത് അത് തീരുമാനമാക്കാൻ ഏറ്റവും നല്ലത്. ആയത്തിൽ മൗലിദിൽ പറഞ്ഞ മുഴുവൻ വിഷയത്തിനും അസുലുണ്ട്. ഇവിടെ നിങ്ങൾ എഴുതി വെച്ച ആ പ്രകാശം എന്ന് പറഞ്ഞതിനും വ്യക്തമായ അസുലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഉസ്താദുമാർ മുഖാമുഖം സംഘടിപ്പിക്കും. ഒരു കുട്ടികൾ വന്ന് ചോദിക്കൂല, എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഇത് നിങ്ങളോട് ചോദിക്കാനുള്ള അവസരം. ഞങ്ങളുടെ ചോദ്യത്തിന് ചോദ്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കാര്യങ്ങളും വിഷയങ്ങളും എല്ലാവരും മനസ്സിലാക്കട്ടെ. അപ്പോ ഈ നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്നത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വഹുവ നൂറു നബിയിക യാ ജാബിർ എന്ന് മുസന്നഫിന്റെ ഹദീസിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാലോ. പക്ഷെ ഒരു വിഷയത്തിൽ തന്നെ തീരുമാനം ആവട്ടെ. മൗലിദിന്റെ വിഷയത്തിൽ നമ്മൾ തീരുമാനം ആയില്ലല്ലോ. ഒരു ആയത്ത് വിശദീകരിച്ച് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞാന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് നിങ്ങൾ അംഗീകരിച്ചു. അപ്പോ ഒരു വിഷയം നാം ചെയ്യണമെങ്കിൽ ഖുർആനിൽ വേണമെന്നില്ല. ഞാൻ ഖുർആൻ ചോദിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോലുള്ള മുജാഹിദുകള് അധികവും ചോദിക്കാറുള്ളത് ഖുർആനിലുണ്ടോ എന്നാ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട ക്ലിപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണോ ജനിച്ചത് എന്ന് ഖുർആനിലുണ്ടോ? ഇത് എന്ത് ചോദ്യാ? അപ്പൊ ഇങ്ങനെ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ആളുകളുടെ സ്വഭാവമായതുകൊണ്ട് അതേ രൂപത്തിൽ ചോദിച്ചതാണ്. അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അപ്പൊ ഖുർആനിൽ ഇല്ലാത്തത് ബിദ്അത്താകൂല. ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു സാധനം നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റൂല. ഇപ്പൊ ഈ മുഖാമുഖം ഇത് ബിദ്അത്തല്ലേ? ഇത് ചെയ്യാൻ പറ്റുമോ? ശരി, അപ്പൊ അവിടേക്കെത്തി അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളെ മറ്റേ മുടിപ്പള്ളിയിലെ ഉദ്ഘാടനം ബിദ്അത്ത് നമ്മൾ എപ്പോ പറയുന്നുവോ അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത് ബിദ്അത്താന്നുള്ളത്. അതാണുള്ളത്. ദീനിലാണ് വിഷയം. ദീനിൽ ഒരു പുതിയ ആചാരം കൊണ്ടുവന്നാൽ മുടി പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉസ്താദ് നമ്മളെ പറ്റിച്ച് നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അയാൾ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ഒരു വിചാരിച്ചിട്ട് അതാ ഉപ്പിക്ക് എടുങ്ങാറ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, വിട്ടുകൊടുക്കുക. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പര് പറഞ്ഞ ഖുർആനും ഹദീസും ഇല്ലാത്തോടെ ബിദ്അത്താവില്ല. ബിദ്അത്താവും മുസ്ലിയാരെ ദീനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ
ദീനിലുണ്ടാക്കുകയാണെങ്കിൽ അതാണ് പ്രത്യേകത. റോഡുണ്ടാക്കിയ വിധേയത്താവൂല, വീടുണ്ടാക്കിയ വിധേയത്താവൂല. ദീനിലുണ്ടാക്കിയ വിധേയത്ത്. ദീനിലുണ്ടാക്കിയോ ഉണ്ടാക്കി. ഇവിടെ മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം: 1 ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, 3 ഈദ് മീലാദ് റസൂലില്ലാഹ്. അത് ദീനിക്കാ കൂട്ടിയത്. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് അത് ദീനിക്കാ കൂട്ടിയത്. ഈ മുഖാമുഖം വെള്ളിയാഴ്ച ജുമുഅയേക്കാൾ പുണ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പായിപ്പിച്ച ഞങ്ങൾ ബിദ്അത്ത്, സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. എന്നതുപോലെ ലൈലത്തുൽ ഖദർ പുണ്യാന്ന് ഖുർആൻ പറയാം. അത് ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യാന്ന്. നിങ്ങളെ പ്രസിദ്ധീകരിച്ച് പറയാ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് നബി തങ്ങൾ ജനിച്ച ദിവസം. അവിടെയാണ് ബിദ്അത്തായി മാറുന്നത്. അത് തെളിവ് വേണമെന്ന, അത് തെളിവ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുജാഹിദ് ഖുർആൻ ഉണ്ടോ ഹദീസ് ഉണ്ടോ ചോദിക്കുന്നത്. നബി ജനിച്ച പേര് 12 ഖുർആൻ ഉണ്ടാകാൻ എന്താ പ്രശ്നമുള്ളത്? നബി ജനിച്ചതിന് ശേഷമല്ലേ ഖുർആൻ ഇറങ്ങിയത്? നബി ജനിച്ചതിന് ശേഷമല്ലേ ഖുർആൻ ഇറങ്ങുന്നത്? അപ്പൊ ഒന്നുകിൽ ഖുർആൻ വേണം, അല്ലെങ്കിൽ ഹദീസിൽ വേണം. രണ്ടാലും ഒന്ന് മതി. നബി തങ്ങൾ പറഞ്ഞു തരണം, ഞാൻ ജനിച്ചത് ഇന്ന ദിവസമാകുന്നു. നബി പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാം. നീ ഇല്ലേ ചരിത്രത്തിൽ ഇത്തിഫാക്കായി വന്നിട്ടുണ്ടോ, ഏകോപിച്ച അഭിപ്രായമുണ്ടോ, എങ്കിൽ സ്വീകരിക്കാം. അതുമില്ല. നിങ്ങളെ മൗലിദിന് പോലും പറഞ്ഞെന്താ എന്നാന്ന് ഉറപ്പില്ലാതെ ബർസൻജി മൗലിദിൽ കാണാം, നബി ജനിച്ച കൊല്ലത്തിൽ തർക്കമുണ്ട്, നബി ജനിച്ച മാസത്തിൽ തർക്കമുണ്ട്, നബി ജനിച്ച ഡേറ്റിൽ തർക്കമുണ്ട് എന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബർസൻജി മൗലിദിലുണ്ട്. ഇവിടെ പറഞ്ഞാണ് തർക്കേണ്ടത്, ഞങ്ങളെ വക പറഞ്ഞതല്ല. ഇനി ബർസൻജി അംഗീകരിക്കൂലേ എങ്കിൽ സർക്കാനിയുടെ ശറഹുൽ മവാഹിബുൽ ദുനിയയിൽ ശറഹിലുമുണ്ട്, അതിന്റെ മത്തനായ മവാഹിബിലുമുണ്ട് ഈ ഇഖ്തിലാഫ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റബീഉൽ അവ്വലാണ് എന്നും റബീഉൽ ആഖിറാണ് എന്നും സഫറാണ് എന്നും റമളാനാണ് എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നു. റബീഉൽ അവ്വൽ 2 ആണ്, 8 ആണ്, 9 ആണ്, 12 ആണ്, 18 ആണ്, 22 ആണ്, 24 ആണ് എന്ന് ആ കിതാബിൽ പറയുന്നു. എത്ര അഭിപ്രായമുണ്ട്? അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്നതാണ് ഉറപ്പിക്കണമെങ്കിൽ തെളിവ് വേണം. അതില്ലേ, ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. അവിടെ മുജാഹിദീകൾ ദീനായി എന്ത് ചെയ്യുന്നുവോ ഒരു സംശയമില്ല, ഖുർആനെ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥലപ്പെട്ട് തന്നെയാണ്. നബിയിൽ സ്വഹാബിമാർ സ്വീകരിച്ചു തന്നെയാണ്. അല്ലാത്തൊരു ആചാരം ദീനിന്റെ പേരിൽ മുജാഹിദീകൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളി, നമ്മൾ ഒഴിവാക്കാം. ഞങ്ങൾക്കൊരു വാശിയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, അത്തരമൊരു ആചാരം ദീനിന്റെ പേരിൽ ഞങ്ങൾ ആചരിക്കുന്നില്ല. ഒരു ഇബാദത്ത് ദീനിന്റെ പേരിൽ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല, ഇബാദത്തായി കൊണ്ടെടുക്കുന്നില്ല. അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത, റസൂലിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചിട്ടില്ലാത്ത ഒന്ന് ദീനായി ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. പിന്നെ നബി പ്രകാശക്ക ഹദീസിന്റെ സമാധാനത്തിന് പറയുന്നല്ലാതെ അങ്ങനെ ഹദീസിനില്ല, അങ്ങനെ ഹദീസേ ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ആളുകൾ പറയുന്നത് അല്ലേ? മുസ്ലിം കേട്ടോളി, ഹക്കീം മുസ്ലിം കേട്ടോളി. ബാക്കി ഞാൻ പറഞ്ഞുതരാം, അങ്ങോട്ട് തോണ്ടുന്ന പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ജാബിർ പറഞ്ഞല്ലേ നിങ്ങൾ പറയുന്നത്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ, അല്ലയോ ജാബിറേ, നിന്റെ നബിയുടെ പ്രകാശമാകുന്നു അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ശുദ്ധ കളവ. നബി ഇത് പറഞ്ഞിട്ടില്ല, നബി ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ തീർത്ത് പറയുന്നു, നിങ്ങൾ മുഖാമുഖല്ല, വാദപ്രയോഗമല്ല, നിങ്ങൾ ഒന്നാകെ മൂലമെന്ന സ്ഥാപിക്കാൻ കഴിയൂല, ഉറപ്പാണ്. അങ്ങനെ ഹദീസ് ഏത് ഹദീസ് കിതാബിലുള്ളത്? മുസന്നഫിലുണ്ട് പറയും, മുസന്നഫിലില്ല. മുസന്നഫിൽ അങ്ങനെ ഇല്ല. ഇമാം അബ്ദുർ റസാഖ് ഉസ്സൻആനിയുടെ മുസന്നഫാണല്ലോ ഉദ്ദേശിച്ചത് എങ്കിൽ ഇമാം ബുഖാരി ഉസ്താദായ ഇമാം അബ്ദുർ റസാഖ് ഉസ്സൻആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അങ്ങനെ ഹദീസ് ഇല്ലേ ഇല്ല. ഉണ്ട് എന്ന് 10-ാം നൂറ്റാണ്ടിലുള്ള കിതാബിലുണ്ട്, അവിടെയുള്ളൂ, വേറെ എവിടെ ഇല്ല. മുസന്നഫിൽ ഉണ്ട് എന്ന് ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ശ്രദ്ധിക്കുക പ്രതീക്ഷ നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ പറഞ്ഞുവെന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്ന് ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നല്ലാതെ മുസന്നഫിൽ അതില്ലേ ഇല്ല. സ്വഹീഹ് ഹദീസിൽ എവിടെയും ഇല്ല. ഇനി മാത്രമല്ല മൗലിദ് കിതാബ് പറഞ്ഞെന്താ? മുസ്ലിം ശ്രദ്ധിച്ചോളി, നിങ്ങൾ ശ്രദ്ധിക്കി. ഓരോ ബാക്കിൽ നിങ്ങൾ ബേജാറാണ്ട് ഒക്കെ ഉണ്ട്. ഒന്നായിട്ട് നിങ്ങൾ വിടൂല, അതുകൊണ്ട് ഓരോരുത്തരും വിടുള്ളൂ. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി അത്ര മതിപ്പുണ്ട്, അതുകൊണ്ട് മറന്നില്ല. നമ്മൾ ഓരോരുത്തരെ വിടും, അത് കഴിഞ്ഞ അടുത്ത ആളെ വിടും, അത് കഴിഞ്ഞ അടുത്ത ആളെ വിടും. അനുവദിക്കപ്പെട്ട സമയം വരെ അത് കൊടുക്കും. നിങ്ങളെ പറ്റിയുള്ള മതിപ്പോണ്ടാണ് കൂട്ടിയാൽ മതി. അപ്പൊ ഏതായിരുന്നാലും മൗലിദ് കിതാബിൽ ഇത് മാത്രമല്ലേ കൊടുത്തത്? മൗലിദ് കിതാബിൽ അല്ലാഹ് പറഞ്ഞു കേട്ടവന് അല്ലാഹു തആല പറഞ്ഞത് നബിയെ താങ്കളുടെ പ്രകാശം എന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. മൗലിദിലുള്ളത് അത് ഇവിടെ മുസന്നഫിലുണ്ടോ? അത് മുസന്നഫിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ആദ്യം പടച്ചു, എന്നിട്ട് ആ പ്രകാശം ഒന്നിങ്ങനെ പെടഞ്ഞപ്പോ അതിന് വിയർപ്പുറ്റി. ആ വിയർപ്പിൽ നിന്നാണ് അമ്പിയാക്കളുടെ പ്രകാശം മുഴുവൻ പടച്ചത് എന്ന് മൗലിദിലില്ലേ? അതിൽ നിന്നാണ് ബാക്കി വിശ്വാസികളെ പ്രകാശം പടച്ചത് എന്ന് മൗലിദിലില്ലേ? ഇതൊക്കെ എവിടുന്ന കിട്ടിയത്? അപ്പൊ ജാബിർ ഹദീസുണ്ടെന്ന് സമാധാനത്തിന് പറയാന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് നിങ്ങൾ പറയരുത് എന്ന് സ്നേഹബുദ്ധിയോടുകൂടിയാണ്. അന്വേഷിച്ചോളി. ഇപ്പൊ തൽക്കാലം വാശികൊക്കെ കാണിച്ചാലും നിങ്ങൾ ആത്മാർത്ഥമായി പോയി ചിന്തിക്ക്, ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഒന്ന് അന്വേഷിക്ക്. ഇനി നിങ്ങൾക്ക് അത് അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ ഹക്കീം മുസ്ലിയാരെ നിങ്ങൾക്ക് അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം.
അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ അലവി സഖാഫിയുടെ ചാലിയം ഖണ്ഡനമുണ്ട് ഒരു 3-4 കൊല്ലം മുമ്പ് നടന്നത്. അതിന്റെ CD ഒന്ന് ഇരുന്ന് സ്വസ്ഥമായി കേട്ടാൽ ഏകദേശം ഒരു പിടുത്തം കിട്ടും. അലവി സഖാഫി വരെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് അതിലുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അത് മതി. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ വിഷയം എന്താ? ഇവിടെ വിഷയത്തിന് ആരും തെറ്റിക്കണില്ല. നബിദിനാഘോഷമല്ലാത്തൊരു വിഷയം തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നബിദിനാഘോഷം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ, അനിസ്ലാമികം തന്നെ. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. ഇസ്ലാമിൽ അതില്ല. എന്തുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിൽ നിന്ന് ദീനു പഠിച്ചത് സ്വഹാബാ കിറാമാണ്. ആ സ്വഹാബത്തിൽ നിന്ന് ദീനു പഠിച്ചത് താബിഉകളാണ്. ആ താബിഉകളിൽ നിന്ന് ദീനു പഠിച്ചത് താബികളാണ്. അത് പിൽക്കാലത്ത് ക്രോഡീകരിച്ച് കർമ്മശാസ്ത്ര വിധികൾ കണ്ടെത്താൻ ഗവേഷണം ചെയ്ത ഏറ്റവും വലിയ ഗവേഷണ പടുക്കൽ 4 മദ്ഹബിന്റെ 4 ഇമാമികളാണ്. അവരാരും ഈ വിഷയത്തെ പറ്റി ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. ഷാഫി മദ്ഹബുകാർ എന്ന് പറയുന്നവരാണോ നിങ്ങളൊക്കെ? എങ്കിൽ ഇമാം ഷാഫിയുടെ ഏത് കിതാബിലാ നബിദിനാഘോഷം പരാമർശിച്ചത്? 4 മദ്ഹബ് സ്വീകരിക്കണമെന്നാലോ പറയുന്നത്? എങ്കിൽ ഇമാം അബൂ ഹനീഫയുടെ, ഇമാം മാലിക്കിന്റെ, ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദിന്റെ റഹിമഹുമുല്ലാ ഏത് ഗ്രന്ഥത്തിലാണ് നബിദിനാഘോഷത്തെ പറ്റിയുള്ള ഒരു പരാമർശമുള്ളത്? അപ്പൊ ഷാഫി മദ്ഹബല്ല, മാഫി മദ്ഹബാണ് എന്നിവിടെ ബോധ്യമാകുന്നു. 4 മദ്ഹബിന്റെ നേതാക്കന്മാരായ അഇമ്മത്തുൽ അർബഅ, ആ 4 ഇമാമിങ്ങളിൽ ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമില്ലേ ഇല്ല. ഹസൻ ബസ്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും നബിയുടെ മൗലിദ് ഓതാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഹസൻ ബസ്രിയുടെ പേരിൽ കളവാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. ഉമർ ഖത്താബിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. ഉസ്മാൻ അഫ്ഫാന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. അലി ഇബ്നു അബി ത്വാലിബിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ പേരിൽ കളവാണ്. ഇബ്രാഹിം നഖഈയുടെ പേരിൽ, ജുനൈദുൽ ബഗ്ദാദിയുടെ പേരിൽ, സിരിയുസ് സഖ്തിയുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ പേരിൽ കളവാണ്. അതുകൊണ്ട് ആ നിലക്ക് മാതൃകാ യോഗ്യരായ ഒരാളും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഫാഖിഹാനി പറഞ്ഞത് വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദവത്തു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികൾ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ദീനിൽ മാതൃകാ യോഗ്യരായ ഒരാളും തന്നെ ഇത് കൊണ്ടുവന്നിട്ടില്ല, അവരാരും ചെയ്തിട്ടില്ല. മാത്രമല്ല അത് ചില ശഹവത്തു നഫ്സിൻ, ദേഹേച്ഛക്കാർ ഉണ്ടാക്കിയതാണ്. ചില ശാപ്പാട്ട് വീരന്മാർ, തീറ്റക്കൊതിയന്മാർ, അവരാണ് ഇത് കൊണ്ടിറക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്ന് കൂട്ടി വായിക്കുക. ഏതായാലും അൽഹംദുലില്ലാ 3ാമത്തെ മുസ്ലിയാർ ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നെങ്കിലും നമുക്ക് തെളിവ് പ്രതീക്ഷിക്കാം. അല്ല, ഈ പറഞ്ഞതൊന്നും ശരിയല്ല. 4 ഖലീഫമാർ ചെയ്ത് ഇപ്പൊ വായിക്കാൻ അദ്ദേഹം കിതാബുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 4 ഖലീഫമാർ ചെയ്തതോ, സ്വഹാബിമാർ ചെയ്തതോ, താബിഈങ്ങൾ ചെയ്തതോ, മദ്ഹബിന്റെ 4 ഇമാമികൾ പറഞ്ഞതോ ഒക്കെ ഇവിടെ മുസ്ലിയാർ വായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് നമ്മൾ മൈക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആ ഉത്തരം നമ്മൾക്ക്, ആ ചോദ്യം നമ്മൾക്ക് പ്രതീക്ഷിക്കുക. വികലാംഗനം നിങ്ങളുടെ തന്നാളി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതുപോലെ തന്നെ താബിയങ്ങളും തബഉ താബിയങ്ങളും ഇത്തരത്തിലുള്ളതായ മുഴുവൻ അയിമത്തും ചെയ്തു പോരാത്ത ഒരു കാര്യമാണ് നബിദിനാഘോഷം എന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞു അല്ലെ? അങ്ങനല്ലേ പറഞ്ഞ പോലെ അവൻ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിയങ്ങൾ ചെയ്തിട്ടില്ല, തബഉ താബിയങ്ങൾ ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ ഇത് ഇവിടുന്ന് തള്ളിക്കളയേണ്ടതാണ്. സുന്നി പക്ഷം ഇത്ര കാലമായിട്ട് റബീഉൽ അവ്വൽ അതിന്റെ 1 മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം നടക്കുന്നുണ്ട്. അതിനാദ്യം ഇവിടെ നമ്മുടെ ഹക്കീം മുസ്ലിയാർ തെളിവ് ചോദിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് നൂറിനെ സംബന്ധിച്ചുള്ള ചർച്ചയല്ലേ, ഗ്രന്ഥങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുഴുവനെ സമർത്ഥിച്ചിട്ടേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇവിടെ മുഖാമുഖത്തിന്റെ ഫ്ലക്സിന് കൊടുത്തപ്പോ ഇവിടെ മുഖാമുഖം കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വിഷയാവതരണം നിങ്ങൾ 8:30 വരെ നടത്തി. ഇവിടെ മഗ്‌രിബ് മുതൽ ഇവിടെ കാത്തു നിന്നിട്ട് 8:30ക്കാണ് നിങ്ങൾ സന്ദർഭം തന്നത്. ഞങ്ങൾ അതെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോലെ മനസ്സിലാക്കണം, ചോദ്യം വളരെ ശ്രദ്ധിക്കണം, ശ്രോതാക്കൾ അതിലേറെ ശ്രദ്ധിക്കണം. അതെ മനസ്സിലാക്കിക്കോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ താബിയങ്ങളും സ്വഹാബത്തും തബഉ താബിയങ്ങളും ചെയ്ത കാര്യമാണ് ഈ നബിദിനാഘോഷം എന്നതിന്റെ പേരിൽ അതിനെ ഒഴിവാക്കി കളയണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, തബഉ താബിയങ്ങളോ സ്വഹാബത്തോ ആരെങ്കിലും ഇവിടെ ജുമാ ഖുതുബ അനറബി ഭാഷയിൽ ഓതിയതായിട്ട് തെളിയിക്കാൻ മൗലവിക്ക് സാധിക്കുമോ? അതിന് മറുപടി പറയും. ഇപ്പൊ ആരാ വിഷയം മാറ്റുന്നത്? അപ്പൊ നബിദിനല്ലേ? നബിദിനല്ലേ? ഉറപ്പായല്ലോ. സഹാബാക്കും പരിചയ, താബിഈക്കും പരിചയ, ഒരാൾക്കും പരിചയ. അൽഹംദുലില്ലാ, അത്ര ആവശ്യമുള്ളൂ. ഇനി ജുമാ ഖുതുബല്ലേ, അതിന് പ്രത്യേകമാണ് മുഖാമുഖം വെച്ചാൽ ജുമാ ഖുതുബക്ക് പ്രത്യേക ഒരു മുഖാമുഖമാണ് വെക്കാം. ഒരു പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് വായിച്ചു കേൾപ്പിച്ചു.
ജുമാ ഖുത്ബയുടെ വിഷയത്തിൽ ഒരു മുഖാമുഖം വെക്കുമ്പോൾ ഞങ്ങൾ ഓരോന്നും ഖുത്ബന്റെ കാര്യത്തിൽ നബി എന്താ പഠിപ്പിച്ചത്, സ്വഹാബികൾ എന്താ ചെയ്തത്, താബിഈങ്ങൾ എന്താ ചെയ്തത്, താബികൾ എന്താ ചെയ്തത്, ഷാഫി ഇമാം എന്താ ചെയ്തത്, ഞങ്ങളിങ്ങനെ എണ്ണി വായിക്കും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അപ്പൊ കിതാബ് എടുത്തോളി, അത് പാത്തിട്ട് സമയം കളയണ്ട. പിന്നെ ഇവിടെ വിഷയവതനം ഉണ്ടെന്ന് ഇവിടെ ഇല്ലാന്ന, സ്വാഗതം ഉണ്ടെന്നോ ഇതില്ല, സ്വാഗതം ഉണ്ടെന്ന് ബോർഡിലില്ല, ഇനി അവസാനം നന്ദിണ്ടാകും അതോ ഇതില്ല. അപ്പൊ അത് എല്ലാം ഫ്ലക്സ് കൊടുക്കുന്നില്ല. ഞങ്ങൾ നിശ്ചയം അതാണ് 3 മണിക്കൂർ പ്രോഗ്രാം, 1.5 മണിക്കൂർ വിഷയവതരണം, 1.5 മണിക്കൂർ ചോദ്യോത്തരം. അതെല്ലാ മുഖാമുഖം ഇവിടെ മാത്രമല്ല, ഞങ്ങൾ നടത്തിയ 8ാമത്തെ മുഖാമുഖം അപ്പൊ ഇത് ഈ കൊല്ലത്തിൽ ഇക്കൊല്ലത്തിൽ റബീഉൽ വിഷയത്തിൽ നടക്കുന്ന 8ാമത്തെ മുഖാമുഖം അൽഹംദുലില്ലാ. ഈ കഴിഞ്ഞ 7ലും അങ്ങനെ തന്നെയാണ്. 3 മണിക്കൂർ പ്രോഗ്രാം, 7 മണി മുതൽ 10 മണി വരെ, 1.5 മണിക്കൂർ വിഷയാവതരണം, 1.5 മണിക്കൂർ ചോദ്യോത്തരം. അതാണ് ഞങ്ങൾ ശൈലി. ഞങ്ങൾ പാതിര വരെ പോകില്ല. കാരണം നേരത്തെ ഞങ്ങൾക്ക് അധ്വാനിക്കാൻ പോകാനുള്ള ചില മൂലമാരെ പോലെ പണി ചേർക്കണമെന്നില്ല. അതുകൊണ്ടാണ് 10 മണിക്ക് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ജുമാ ഖുത്ബ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്കൊരു മുഖാമുഖം പ്രത്യേകം വെക്കാം. അതുകൊണ്ട് ഞാൻ അതില്ലാത്തതുകൊണ്ട് ഇതുണ്ട് വരുമല്ലോ. നിങ്ങളിപ്പോ വായിക്കേണ്ടതാണ് സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇവരൊക്കെ ജന്മദിനം ആഘോഷിച്ചു നിങ്ങൾ ഈ നാട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കുക. അത് കേൾക്കാൻ ഈ മനുഷ്യന്മാർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു സ്വഹാബിയോ ഒരു താബിഈയോ ഇനി വേണ്ട, ഷാഫി ഇമാമെങ്കിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞ ഒരു പരാമർശങ്ങൾ ഇവിടുന്ന് വായിച്ചാൽ മൗലിദ് കിതാബുണ്ട്. നമുക്ക് ഒന്നിച്ച് മൗലിദും ചൊല്ലി ജന്മദിനം ആഘോഷിച്ച് പിരിയാം. ഒരു സംശയം ഞങ്ങൾക്ക് വിഷയത്തിലില്ല. ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ വായിച്ചാൽ മതി. ജുമാ ഖുത്ബ നമുക്ക് ഇനി വെള്ളിയാഴ്ച ആയിട്ടല്ലേ, അപ്പൊ നോക്കാം. ഇന്ന് ഇവിടെ വെള്ളിയാഴ്ച കഴിഞ്ഞില്ല, അടുത്ത വെള്ളിയാഴ്ച അല്ലേ, ഇതിന് മുമ്പ് തീരുമാനമാകേണ്ടത്. പറയും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ജുമാ ഖുത്ബ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ചോദിക്കാത്ത ഒരു സംഗതിയാണെന്ന് ഒരൊറ്റ പള്ളിയിലും ജുമാ ഖുത്ബ അനറബി ഭാഷയിൽ ഓതരുത്. നിങ്ങൾ ഇസ്ലാമിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കൽ പോലും ഇവിടെ ജുമാ ഖുത്ബ അനറബിയിൽ ഓതരുത്. കാരണം തബഉങ്ങൾ താബിഈങ്ങളുടെ അപ്പൊ എസ്പിന്റെ ഓർഡർ അത് എല്ലാവരും സ്വീകരിച്ചോളി. മുസ്ലിം ഇത് പറയുന്നത് ഇതുണ്ടെങ്കിൽ പറയും ബടായി അടിച്ച ഇത് പറയുന്നത്. എവിടെ സ്വഹാബികൾ മൗലിദ് കഴിച്ചത്, എവിടെ താബിഈങ്ങൾ കഴിച്ചത്, എവിടെ ഷാഫി ഇമാം, അങ്ങോട്ട് വായിക്കുക. അതില്ലാതെ അങ്ങനെ തുറന്നു മുട്ടുന്നിട്ട് അവന് കാര്യം നിങ്ങൾ വായിക്കി ഓരോ പറഞ്ഞിട്ട് പറയാം. അതല്ലേ വേണ്ടത്. വായിക്കി, അത് വായിക്കി. സംസ്കാരമില്ലാത്ത സംസാരം ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പറയും വിഷയം പറയും. അപ്പൊ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരിക്കലും ഇത് പറയും മുസ്ലിയാരെ ജുമാ ഖുത്ബ മുഖാമുഖം വെക്കാറില്ലേ, അത് പ്രത്യേക മുഖാമുഖം അപ്പങ്ങൾ വരണം. അന്ന് മുങ്ങരുത്. അതെന്തായാലും ഇവിടെ സമർത്ഥിക്കപ്പെട്ടിരിക്കട്ടെ. എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫറഹ് നടത്തുക, ഇത് കൽപ്പനയാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ എന്ത് ചെയ്യണം? ഫറഹ് നടത്തണം. എന്തുകൊണ്ട്? അതെ, ഫൽയഫറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ കാണാം. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന കാണാം. വൽ മുറാദു, ഇവിടുത്തെ ഉദ്ദേശമാകുന്നത് വൽ മുറാദു ബിർറഹ്മതി, റഹ്മത്ത് കൊണ്ടുള്ള ഇവിടെ ഉദ്ദേശം അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇവിടുത്തെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതിലേക്ക് എത്ര പോരും തഫ്സീറുകൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കും. ഞാൻ പറയട്ടെ, ഇവിടെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ ഖുർആനിന്റെ കൽപ്പനയുണ്ടെങ്കിൽ ഈ കൽപ്പന എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഫറഹ് നമ്മളോട് നടത്താൻ പറഞ്ഞിട്ടുണ്ട്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം. ഈ സന്തോഷം നമ്മൾ എന്ന് നടത്തണം? ഇതിനൊക്കെ വല്ല രേഖയുമുണ്ടോ? അല്ല ഇത് വെറുതെ ഇങ്ങനെ ഒരു ആഭാസമായിട്ട് ഇങ്ങനെ വേറെ മുജാഹിദിന്റെ ശരി. ഈ ഫറഹ് എങ്ങനെ വേണമെന്നാ അതിലെ വിഷയം. ഈ ഫറഹ് എങ്ങനെ വേണമെന്നല്ലേ അതിന്റെ ചോദ്യം. അതെ, അതുകൊണ്ട് ഈ ഫറഹ് എങ്ങനെ വേണം, ഇത് എപ്പോഴാണ് നടത്തേണ്ടത്? ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. നിങ്ങൾ സന്തോഷിക്കണം. ഈ സന്തോഷം എപ്പോഴാണ്, എന്നാണ് നടത്തേണ്ടത്? അല്ല ഇങ്ങനെ സന്തോഷമുണ്ട് കൽപ്പന ഒന്നില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കുപോലെ നടക്കലാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനല്ല. സമാധാനത്തിന് നല്ല അതൊക്കെ നല്ല. അപ്പൊ ഈ ഫറഹ് സൂറത്ത് യൂനുസിലെ 58ാമത്തെ ആയത്താണ്. സൂറത്ത് യൂനുസിലെ 58ാമത്തെ വചനം. ആ വചനത്തിലാണ് എന്ത് പറഞ്ഞത്? വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സത്യവിശ്വാസികളെ മനുഷ്യന്മാരെ മൊത്തം വിളിച്ചുകൊണ്ട് പറയാ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങൾക്ക് മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനവും വന്നിരിക്കുന്നു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് നബിയെ തങ്ങൾ പറയുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഖൈറായത് അതാകുന്നു. മുസ്ലിയാർക്ക് ഇപ്പോൾ ഇനിയിപ്പോ ഈ വയലൊക്കെ കേട്ട മൂപ്പക്ക് സംശയമായി, ഇനിയിപ്പോ ഈ ആയത്തെ എങ്ങനെ നമ്മൾ നടപ്പാക്കാൻ? അത് നടപ്പാക്കേണ്ട രീതി, ഈ ആയത്ത് നബി തങ്ങൾ എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, സ്വഹാബത്ത് എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, താബിഈങ്ങൾ എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, തബഉ താബിഈങ്ങൾ എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ. അതെങ്ങനെ? തഫ്സീലൊക്കെ ഉണ്ട്.
തഫ്സീറൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ റഹ്മത്ത് നബിയാണ്, തഫ്സീർ ഉണ്ട് എന്ന് ഈ ആളെ കുറെ നേരം ഉരുക്കൊണ്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുക്കൊണ്ട്, അതായത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ തഫ്സീർ ഉണ്ട്, ഈ റഹ്മത്ത് നബിയാണ്. നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞില്ല. പ്രശ്നമില്ലല്ലോ. അപ്പോ ഈ റഹ്മത്ത് നബിയാണ്, തഫ്സീർ ഉണ്ട് എന്നാ. അതാണ് പ്രശ്നം. അതാണ് അബ്ദുൽ ഷഹീദ് മുസ്ലിം പറഞ്ഞത്. രണ്ട് തഫ്സീറാണ് അതുള്ളത്. രണ്ട് തഫ്സീറുകൾ. ഒന്ന് അബൂ ഹയ്യാൻ ഉൻദുസിയുടെ അൽ ബഹറുൽ മുഹീത്തിലുണ്ട്. രണ്ട് ജലാലുദ്ദീൻ സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മഅ്സൂർ എന്ന കിതാബിലുമുണ്ട്. മൂന്നാമത് ഒന്നിലില്ല. ആയിക്കോട്ടെ, നമുക്ക് ഒന്നിലുണ്ടായാലും മതി, രണ്ടെണ്ണം വേണമെന്നില്ല. ഈ രണ്ട് തഫ്സീറിലാണ് ഇവിടുത്തെ റഹ്മത്ത് നബിയാണെന്ന് പറഞ്ഞത്. ഇനി ആ തഫ്സീർ ഇല്ലെങ്കിലും നബി റഹ്മത്ത് തന്നെയാണ്. ഒരൊറ്റ തഫ്സീർ ഇല്ലാന്ന് വിചാരിക്കുക, എന്നാലും നബി റഹ്മത്താണ്. കാരണം എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായി കൊണ്ടല്ലാതെ നാം നിങ്ങൾ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തഫ്സീറിൽ നബി റഹ്മത്താന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, പടച്ച റബ്ബ് വ്യക്തമായി പറഞ്ഞു നബി റഹ്മത്താന്നുള്ളത്. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആ ആയത്ത് ഫറഹ് നടത്താനാണ് പറഞ്ഞത്, സന്തോഷം നടത്താനാണ് പറഞ്ഞത്. സന്തോഷം എങ്ങനെ നടത്തണം? ആ സന്തോഷം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിക്കാനാണെങ്കിൽ ആ ആയത്ത് നബി തങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ആയത്ത് കിട്ടിയത് നബിക്ക് ഇൻകുങ്ങൾക്കുമല്ല. ആയത്ത് ആദ്യമായി അവതരിച്ച അല്ലാഹുവിന്റെ റസൂലിനാണ്. റസൂൽ സ്വഹാബത്തോട് പറഞ്ഞു, എന്ത്? എന്ന കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരൊറ്റ സ്വഹാബി റബീഉൽ അവ്വൽ ആഘോഷിച്ചില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഓലാരും ഈ ആയത്ത് പ്രവർത്തിയാക്കില്ല എന്നാണോ? ഓൽക്കാർക്കും മുഹമ്മദ് നബി റഹ്മത്താന്ന് മനസ്സിലായിട്ടില്ല എന്നാണോ? അത് പറയാൻ കഴിയുമോ? നേരെ മറിച്ച് ഓലൊക്കെ അത് സന്തോഷിച്ചിട്ടുണ്ട്. എങ്ങനെ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് ഒരു രാജ്യത്ത് നിന്ന് വലിയ സക്കാത്തിന്റെ മുതൽ ധാരാളം കൂമ്പാരമായി മദീനയിലേക്ക് എത്തി. അപ്പൊ സ്വഹാബിമാർക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, കദബത, ആ പറഞ്ഞ കളവാണ്, അതൊന്നുമല്ല റഹ്മത്ത്. പടച്ച റബ്ബ് നമ്മളെ ഖുർആനിന്റെ അഹ്ലുകാരാക്കി, ഇസ്ലാമിന്റെ അഹ്ലുകാരാക്കി, അതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തോട് കൊടുക്കുന്നു. സൂറത്ത് യൂനുസിലെ ഈ ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒട്ടുമിക്ക തഫ്സീറിലും ആ സംഭവമുണ്ട്. തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള ഒട്ടുമിക്ക തഫ്സീറുകളിലും ആ സംഭവമുണ്ട്. അതുകൊണ്ട് നബി റഹ്മത്താണ് എന്ന തഫ്സീറുണ്ട്. ഇനി ഇല്ലെങ്കിലും നബി റഹ്മത്ത് തന്നെയാണ്. പക്ഷേ ഒരൊറ്റ തഫ്സീറിൽ, അഹ്ലുസുന്നയുടെ തഫ്സീറായി അംഗീകരിക്കപ്പെടുന്ന ഒരൊറ്റ തഫ്സീറിലെങ്കിലും സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീർ നിങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് വേണം. ഇതുവരെ എഴുതിയില്ല. ഇതുവരെ എഴുതപ്പെട്ട, രചിക്കപ്പെട്ട ഒരു തഫ്സീറും ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നുവെന്നല്ലാതെ നിങ്ങൾ പോയിട്ട് ഏതും പരിശോധിച്ചോളി, എവിടെയും ലഭ്യമല്ല. എന്നാൽ റഹ്മത്താന്ന് വരും. ഇനി റഹ്മത്തിന് എന്തൊക്കെ ഉണ്ട് അർത്ഥം? കുറച്ചും കൂടി ഇരിക്കും, ഇങ്ങനെയൊക്കെ അവസരം കിട്ടുള്ളൂ, നിങ്ങൾ പിന്നെ കിട്ടൂല. ഈ റഹ്മത്തിനെ പറ്റി എന്തെല്ലാം പറഞ്ഞോ? ഒന്നാമത്തെ തഫ്സീർ ഇബ്നു ജരീർ തുബരിയുടെ തഫ്സീർ തുബരി ജാമിഉൽ ബയാൻ ഫീ തഫ്സീർ ആയൽ ഖുർആൻ എന്ന ഒന്നാമത്തെ തഫ്സീർ. ആ തഫ്സീറിൽ എന്താ പഠിപ്പിച്ചത്? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാണ്. വൽ ഇസ്ലാം, ഇസ്ലാമാണ്. ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ. ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ വിശദീകരണം വരുന്നു, ഇവിടുത്തെ റഹ്മത്തിന്റെ ഉദ്ദേശം ഖുർആനാണ്. അല്ലാഹു പറഞ്ഞെന്താ? അത് ജാഅത്തുകും മൗഇദത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, മനസ്സിലുള്ളതിന് ശമനം വന്നിരിക്കുന്നു. എന്താ മനസ്സിലുള്ളത്? മിനൽ കുഫ്രി വന്നിഫാഖി വശിർക്കി എന്നാണ് തഫ്സീറിൽ കാണുക. കുഫ്റിന് ശമനം, നിഫാഖ് കാപ്പറ്റത്തിന് ശമനം, ശിർക്കിന് ശമനം. അതേതാ? ഖുർആൻ. തൗഹീദ് പഠിപ്പിക്കാമെന്ന ഖുർആൻ, അല്ലെങ്കിൽ തൗഹീദ് പഠിപ്പിക്കാമെന്ന റസൂല്. രണ്ടും കുഫ്റിനും നിഫാഖിനും ശമനമാണ്. മൂന്നാമത് ഒരു വ്യാഖ്യാനമുള്ളത് എന്താ? ഇവിടുത്തെ ഫളും റഹ്മത്തും കൊണ്ട് ഉദ്ദേശം ഫളുൽ ഇസ്ലാമാണ്. റഹ്മത്ത് നിങ്ങൾ ആ ഇസ്ലാമിന്റെ അഹ്ലുകാരാക്കിയതാണ്. മറ്റൊന്ന് ഫളുൽ ഖുർആനാണ്. റഹ്മത്ത് നിങ്ങളെ ഖുർആനിന്റെ അഹ്ലുകാരാക്കിയതാണ്. നാലാമത് ഫളുൽ ഖുർആനാണ്, റഹ്മത്ത് നബിയാണ്. അഞ്ചാമത് ഫളുൽ നബിയാണ്, റഹ്മത്ത് ഖുർആനാണ്. ആറാമത് ഫളുൽ നബിയാണ്, റഹ്മത്ത് അലി ഇബ്നു അബീ ത്വാലിബാണ്. ഫളുൽ നബിയാണ്, റഹ്മത്ത് അലിയാണ്. എവിടെ ഉണ്ടെന്നറിയോ? നിങ്ങൾ വായിച്ച തഫ്സീർ തന്നെ ഉണ്ട്. നിങ്ങൾ ഏതാണോ വായിച്ചത്, ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടത് ഏത് തഫ്സീറിലാണോ അതേ തഫ്സീറിൽ കാണാം ഫളുൽ നബിയാണ്, റഹ്മത്ത് അലിയാണ്. അല്ലാഹ് അപ്പൊ അലിയുടെ ജന്മദിനവും ആഘോഷിക്കേണ്ടി വരും. നമ്മൾ ഉസ്താദ് തുടങ്ങി മുട്ടിപ്പടിയിൽ ഹുസൈൻ ആണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ അലിയാണ് തുടങ്ങേണ്ടി വരും. മാത്രമല്ല റഹ്മത്ത് ഖുർആനാണ് ഒന്നാമത്തെ വിശദീകരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ? ഇപ്പോ ഒരു ഖുർആൻ അവകാശം തുടങ്ങി,
ഒരു ഖുർആൻ ആഘോഷം, റഹ്മത്ത് ഇസ്ലാമാണ് എന്നാ മറ്റൊന്ന്. അപ്പൊ ഇസ്ലാമിന്റെ ആഘോഷം നിങ്ങളെ ഇസ്ലാമിന്റെയും ഖുർആന്റെയും അഹലുകാരാക്കി, അതാ റഹ്മത്ത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായി വന്നാൽ അടുത്ത കൊല്ലം ആ ഡേറ്റ് ആകുമ്പോഴെങ്കിലും എനിക്ക് കിട്ടിയ റഹ്മത്തല്ലേ, ഞാൻ ഖുർആന്റെ ആളായി മാറിയത്, അതുകൊണ്ട് ഞാൻ ആഘോഷിക്കട്ടെ, അന്നൊരു സ്പെഷ്യൽ ആഘോഷം. അതാണോ? ഇനി എന്തെല്ലാം റഹ്മത്തുണ്ട്, എന്തെല്ലാം റഹ്മത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ആ റഹ്മത്തൊക്കെ ആഘോഷിക്കണമെന്നാണോ? അല്ല. എന്നാൽ മുഹമ്മദ് നബി ആകുന്ന റഹ്മത്തിൽ സന്തോഷം വേണ്ടേ? ഒരു സംശയമില്ല. മുഹമ്മദ് നബി ആകുന്ന റഹ്മത്ത് വന്നതിലും ദീനു പഠിപ്പിച്ചതിലും തൗഹീദ് തന്നതിലും സ്വർഗത്തിൽ രക്ഷപ്പെട്ടതിലും ആർക്കാ സന്തോഷമില്ലാത്ത? വല്ലാത്ത സന്തോഷമല്ലേ. ആ റസൂൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ദീന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് നരകാവകാശങ്ങളിൽ പോകുമായിരുന്നില്ലേ? ഒരു സംശയമില്ല. ആ റഹ്മത്ത് അങ്ങേയറ്റം സന്തോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ, ആ ജന്മദിനം നേതൃകഥനേക്കാൾ പുണ്യമാണെന്ന് പറയാൻ, ആ ജന്മദിനം 2 പെരുന്നാൾ കഴിഞ്ഞാൽ 3ാമത്തെ പെരുന്നാളാണെന്ന് പറയാൻ തെളിവ് ആവശ്യമുണ്ട്. അതില്ല. ഏതായിരുന്നാലും പ്രവാചകരോ സ്വഹാബത്തോ താബിഈകളോ തബഉ താബിഈകളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഈ ആയത്തെല്ലാം കണ്ടിട്ടും അവരാരും ആഘോഷിച്ചില്ല. ഇമാം ഷാഫി 7-ാം വയസ്സിൽ ഖുർആൻ ഇഫ്ലാക്കിയ ആളാണ്. ആ ഇമാം ഷാഫി ഈ ആയത്ത് ഇഫ്ലാക്കിയിട്ട് ജന്മദിനം ആഘോഷിച്ചില്ല. സ്വഹാബിമാര് പറഞ്ഞെന്താ, ഞങ്ങൾ ആദ്യം 10 ആയത്ത് പഠിക്കും, എന്നിട്ട് ആ 10 ആയത്ത് ജീവിതത്തിൽ പാലിക്കും, എന്നിട്ട് അടുത്ത 10 ആയത്ത് പഠിക്കും, എന്നിട്ട് അത് ജീവിതത്തിൽ പാലിക്കും. അങ്ങനെ പഠിച്ചു പോയപ്പോ ഫതഅല്ലംനൽ ഖുർആന വൽ അമല ബിഹി ജമീഅ, ഞങ്ങൾ ഖുർആനും പഠിച്ചു, ഖുർആൻ പ്രകാരം അമൽ ചെയ്യാനും പഠിച്ചു. എന്നിട്ട് ആ സ്വഹാബിമാരും ഈ ആയത്ത് പഠിച്ചിട്ട് അത് അമൽ ചെയ്യേണ്ടത് ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണെന്ന് ലോകത്ത് സ്വഹാബിക്ക് മനസ്സിലായില്ല, ഒരു താബിഈക്ക് മനസ്സിലായില്ല, ഒരു താബിഈക്ക് മനസ്സിലായില്ല, 4 മദ്ഹബിന്റെ ഇമാമിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് മുസ്ലിയാർ ആ ഭാഷ ഒഴിവാക്കി ഓലൊക്കെ ചെയ്ത ദീന് മതി നമുക്ക് എന്ന് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങുകയാണ് നല്ലത് എന്നൊരു സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഫറാഹ് നടത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ടായിട്ട് എന്റെ ചോദ്യത്തിന് മൗലവി ഇത്ര നേരമായിട്ട് മറുപടി പറഞ്ഞില്ല. മറുപടി നിങ്ങൾ എന്തൊക്കെയോ പരിഭാഷകളും ആരൊക്കെയോ ചരിത്രങ്ങളോ വായിച്ച് അത് ഇവിടെ ഇങ്ങനെ വിളമ്പാനല്ല പറഞ്ഞത്. ഞാൻ ആദ്യ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണം, എന്നിട്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ഇതിനോട് നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ മുഖദ്ദിമയായിട്ട് നിങ്ങളോട് സംസാരിച്ച് ഞാൻ ചോദിച്ച ചോദ്യം, ആ ഫറഹ് എങ്ങനെയാണ് സ്വഹാബത്ത് നടത്തിയത്? അതിനൊരു പാരമ്പര്യമില്ലേ? ഖുർആന്, പരിശുദ്ധ ഖുർആൻ ഫല്യഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ സന്തോഷം എങ്ങനെയാണ്? അതാണ് മൗലവിയോട് ഞാൻ ചോദിച്ചത്. ആ സന്തോഷത്തിന്റെ രൂപം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ സുന്നികൾ ചെയ്യുന്ന ആഘോഷം എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നടത്തുക. അതുപോലെ തന്നെ അന്ന് അവിടെ വരുന്ന ആളുകൾ ജിന്നുകളല്ല, അത് മനസ്സിലാക്കണം. നമ്മള് ജിന്നൂരികളല്ല അവിടെ വരുന്നത്. അവിടെ മനുഷ്യന്മാർ വരുമ്പോ പിന്നെ അവർക്ക് ഒരു സദസ്സ് വരുമ്പോ ഒരു സദ്യ ഒൽക്ക് കൊടുക്കും. അതേപോലെ തന്നെ മൗലിദ് ഞങ്ങൾ നടന്നു കണ്ട് റോട്ടുമ്പോ കൂടി ചെല്ലും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഞങ്ങള് റബീഉൽ അവ്വൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഞങ്ങൾ പറയുന്നുണ്ട്, അതിനുള്ള വേദി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അതൊന്ന് റോട്ടും കൂടി ഞങ്ങൾ നടന്നു കാണിച്ചല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം? ഇങ്ങനെ ഞങ്ങൾ ഒരു നബിദിനം ആഘോഷിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു നബിദിനം ആഘോഷിക്കൽ ഇത് അനിസ്ലാമികമാണ് എന്നതിനിക്ക് ഇതുവരെ മൗലവി ഇവിടെ ഒരു തെളിവും സമർത്ഥിച്ചിട്ടില്ല. ഇവിടെ ഭക്ഷണം കൊടുക്കലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നടത്തലോ ഇതാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്ന സന്തോഷം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബാണം മോൾക്ക് ഇങ്ങനെ പൊതിച്ച് വിടല്ല. ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ ഇങ്ങനെ പടക്കം പൊട്ടിക്കലല്ല. ഇവിടെ ഞങ്ങൾ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചതായ ദിക്റു സ്വാലിഹീന കഫാറ വദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ എന്ന് മുഹദ്ദിഥീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞാൻ അതിന്റെ തെളിവുകളിലേക്കും സനദിലേക്കും കടക്കുന്നില്ല, ഇരിക്കട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുഖാരിയിൽ ചോദിക്കാണ്, അയ്യുൽ ഇസ്ലാമി, ഇസ്ലാമിൽ എന്താണ് ഒരു നല്ല കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത്ആമു, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ മദ്ഹ് നടത്തലും ഇതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, ഇതാണ് ഇവിടെ ഈ സുന്നികള് ഇവിടെ മൗലിദ് ആഘോഷം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വാണം വിട്ട് ബന്ധിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ കൂടി ഇങ്ങനെ കൂട്ടിങ്ങാണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ആ സന്തോഷം എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാലോ, ഇതാണ് ഇവിടെ സുന്നികൾ നടത്തുന്ന സന്തോഷം. ഈ സന്തോഷം അനിസ്ലാമികമാണ് എന്നതിനിക്ക് വല്ല തെളിവോ? നിങ്ങൾ ഇങ്ങനെ കുറെ ബടായി അവിടെ നിങ്ങളുടെ പറയണ്ട. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് തെളിവടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ബടായും പറയാം, അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ ബാണം പിടലും അതേപോലെ അങ്ങോട്ട് പോലും അതൊന്നും പ്രസക്ത തെളിവാണ്. മുസ്ലിം ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു അര പരി ചിടിയൊക്കെ ഇവിടെ കഴിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇതിനൊക്കെ ഒരു ആവശ്യം. ഞങ്ങൾ എന്താ എങ്ങനെ ഇടങ്ങാറാകണത്? ഞങ്ങൾ ഭക്ഷണം കൊടുക്കലാണ്, ഞങ്ങൾ സന്തോഷിക്കലാണ്. എന്തിനാ നിങ്ങൾ പരിക്ക് ഭക്ഷണത്തിന് മനുഷ്യമായി കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾ പാടില്ലാറിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ മൂലയ്ക്ക് ചെലവിട്ട് പെരക്കാനും ചെലവുണ്ടാവുമ്പോ ഞങ്ങൾ പറയുന്നത് പാടില്ലാന്ന്. അതെന്തുകൊണ്ടാ? ഭക്ഷണം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇനി ഭക്ഷണമാണോ പോകുമ്പോൾ ഹോട്ടലിൽ കയറി നമുക്ക് അതിനല്ല ഇവിടെ പ്രശ്നം. ഇവിടെ അതല്ല വിഷയം. കാരണം ഈ ഭക്ഷണം മുട്ടുമ്പോ പ്രശ്നം. കാരണം ഇവിടെ അല്ലാമ ഫാക്കിഹാനി പറഞ്ഞല്ലോ, വഴുത്തനാ ബിഹൽ അക്കാലൂൻ, ശാപ്പാട്ട് വീരന്മാരാണെന്ന് കൊണ്ടെടുക്കുന്നത്. ഞാൻ പറയാൻ വിചാരിച്ചതല്ല, പക്ഷേ മൂപ്പര് വല്ലാണ്ട് അന്നം പറഞ്ഞപ്പോ പറഞ്ഞതാണ്. അതിന് ബടായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അത് പറയാക്കാൻ പറ്റൂല. വഴുത്തനാ ബിഹൽ അക്കാലൂൻ, ശാപ്പാട്ട് വീരന്മാരാണ് ഇത് കുറ്റി അറ്റ് പോകാതെ നിലനിർത്താൻ ശ്രമിക്കുന്നത്.
അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. പണ്ട് KC അബൂക്കമൗലവി പറയാറുണ്ട്, ഒരാൾ ചോദിച്ചു തെങ്ങുമ കയറാൻ പാടുണ്ടോ എന്ന്. അത് കുഴപ്പമൊന്നുമില്ല, എന്താ പിന്നെ പ്രശ്നം? തെങ്ങുമ കയറി തേങ്ങ ഇടാൻ പാടുണ്ടോ ചോദിച്ചു. തെങ്ങുമ തേങ്ങയുടെ വറന്നിടാൻ പറ്റുക, ഇട്ട തേങ്ങ പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. അതും പറ്റും, കുഴപ്പമൊന്നുമില്ലാന്ന്. ആ കൊണ്ടുപോയ തേങ്ങ അരച്ച് തിന്നാൻ പറ്റുമോ? അതും പറ്റും തന്നെ. പക്ഷെ തെങ്ങ് ആരാണ്ടാന്ന് പറഞ്ഞില്ല. അപ്പൊ തെങ്ങ് ആരാണ്ടാണെങ്കിലും കയറാനും പാടില്ല, ഇടാനും പാടില്ല, തിന്നാനും പാടില്ല, അരക്കാനും പാടില്ല എന്ന് പറഞ്ഞ ഭക്ഷണം കൊടുക്കല്ലേ, മദ്ഹ് പറയല്ലേ. ഇതൊന്നല്ല പ്രശ്നം. റബീഉൽ 12 ഈദ് മീലാദ് റസൂലില്ല, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം. അവിടെ ഭക്ഷണം കൊടുക്കലും തെറ്റായി, ഖുർആൻ ഓതലും തെറ്റായി, അവിടെ ഹദീസ് ഓതലും തെറ്റായി, അവിടെ എന്തുകൊണ്ടെന്നാലും തെറ്റായി. അതാണ് പ്രത്യേകത. നിങ്ങൾ ദീനിന്റെ അസ്ലതല്ലേ, നിങ്ങൾ അത് മനസ്സിലാക്കി. അല്ലാഹു റസൂലിക്ക് വീട്ടിൽ ചെന്നപ്പോൾ നബിയുടെ ഭാര്യ നോമ്പുകാരിയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. നബി ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഇന്നൊരു നോമ്പ്? അവര് പറഞ്ഞു, വെള്ളിയാഴ്ച ആണല്ലോ, അതോട് നോമ്പ് വിട്ടതാണ്. നബി ഞങ്ങളുടെ ചോദ്യം, നീ ഇന്നലെ നോറ്റിരുന്നുവോ? ഇല്ല. നാളെ നോക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. നബിയുടെ മറുപടി, നിങ്ങൾ ആ നോമ്പ് മുറിക്കുക. എന്താ നോമ്പ് വയ്ക്കാൻ പാടില്ല? ചോദിച്ചാൽ പാടുണ്ട്. വെള്ളിയാഴ്ച അല്ലേ, നല്ല ദിവസമല്ലേ, അതൊരു സ്പെഷ്യൽ നോമ്പ് പറ്റൂല. വ്യാഴാഴ്ച അല്ലേ, നല്ല ദിവസമല്ലേ, അതൊരു നോമ്പ് പറ്റും. എന്തുകൊണ്ട്? നബി ഞങ്ങൾ പഠിപ്പിച്ചു. തിങ്കളാഴ്ച അല്ലേ നോമ്പ് വയ്ക്കാൻ പറ്റും, എന്തുകൊണ്ട്? നബി പഠിപ്പിച്ചു. എന്നാ വെള്ളിയാഴ്ച അല്ലേ അത്ര നോമ്പ് പറ്റൂല, എന്തുകൊണ്ട്? നബി പഠിപ്പിച്ചില്ല. ഞങ്ങൾ നോമ്പല്ലേ നോക്കിക്കൊള്ളു കാര്യമുണ്ടോ? ഇല്ല. അതാണ് ദീനിന്റെ അസ്ലി. ഒരു കാര്യം ദീനിൽ ഒരു പ്രത്യേകമായ ആചാരമായി വരണമെങ്കിൽ അത് ദീനായി മാറണം. അത് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ചു. 3 പെരുന്നാൾ നമുക്കുള്ളത്, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഈദ് മിലാദ് റസൂലില്ല. അവിടെയാണ് പഠിച്ചത്. അതേപോലെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ നടത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുവോ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ദിവസം എവിടെയെങ്കിലും പാട്ട് പാടിന് ഞങ്ങളെ ആക്ഷേപിക്കലുണ്ടോ? ഞങ്ങൾ പാട്ടാട് നിങ്ങൾ ആക്ഷേപിക്കലുണ്ടോ? അതിനല്ലോ കുഴപ്പം. ഏതെങ്കിലും ആചാര്യങ്ങൾ വർഷത്തിന് വീട്ടിൽ കൊണ്ടുപോയാൽ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് വിചാരിച്ചാലുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചോളി എന്ന് പറയുന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് അതല്ല പ്രശ്നം. നേരെ മറിച്ച് ഇത് ദീനിന്റെ പേരിൽ പുതിയ ആചാരമായി വരുമ്പോൾ പ്രശ്നമാണ്. ഇനി നിങ്ങൾ നോക്കി, ഇതൊരു മുഹീദ്ദീൻ മൗലിദാണ്. ഞാൻ എന്താ വെച്ചാൽ ആ ഫാഖ്യാനി പറഞ്ഞ എത്ര കണ്ട് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബടായി പറയുന്നത് കൂട്ടിക്കൂടി. ഫാഖ്യാനി പറഞ്ഞല്ലോ, വഴുത്തനാ ബിഹൽ അക്കാലൂൻ, ശാപ്പാട്ട് വീരന്മാരാണ് ഇത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. മുഹീദ്ദീൻ മൗലിദിന് 1-ാമത്തെ ബൈത്ത്, അതിൽ അവസാനം കാണാം, അൻസലല്ലാഹു സലാമ മഅ സ്വലവാത്തിൻ ദവാമ ലില്ലദീ വദാ ഖിതാമ ലിജമീഇൽ മുർസലീന. അല്ലാഹു റസൂൽ അല്ലാഹു തആല സലാം ചെയ്യട്ടെ, സ്വലാത്ത് ചെയ്യട്ടെ. അഹ്മദിൻ വൽ ആലി അസ്റാ വൽ ഊലശൗഹു നസ്റാ മഅ മൻ ഇഖ്തഫഹു ഇസ്റാ വൽ ഫരീഖിൻ നായിബീന വഅഫാ അൻ സാമിഈന മദ്ഹകും വസ്സാനിഖീന തുൽമഹും വൽ ഹാദിരീന ഹാഹുനാ വദ്ദാകിരീന. പഠിച്ചോൻ പുറത്തുക്കട്ടെ. ആർക്കെന്നറിയോ? ഇത് കേട്ടവർക്ക്, ഇത് പ്രശംസിച്ചവർക്ക്. വസ്സാനിഈന തുൽമഹും, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക്. 1-ാമത്തെ ബൈത്തിൽ അതാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് പുറത്തുക്കട്ടെ. 2-ാമത്തെ ബൈത്തിക്ക് പോയാലോ, അവിടെ കാണാം, ഇലാഹി ഫഅഫു വല്ലി അബീ വ ഉമ്മി വ ഉസ്താദി ബി ഹുർമതി ലിസ്സനാഇ വ മുദ്ദാഹം വ സുമ്മാഅം വ ഹുല്ല വനിൽ മുത്ഈമി ദൗമൻ ബിൽ ബഖാഇ. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് റബ്ബേ പുറത്തുക്കണേ. അപ്പൊ അവിടെ ഉണ്ട് ഒരു ഭക്ഷണം നടത്താം. അതേപോലെ ഇനി 3-ാമത്തേക്ക് വന്നാൽ അവിടെയും കാണാം ഇതേപോലെ ഭക്ഷണം. ഇങ്ങനെ ഏതു ബൈത്തെടുത്താലും അവിടെയൊക്കെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഭക്ഷണം കൊടുത്തവർക്ക്. അപ്പൊ നബിന്റെ മതപുറത്തൊക്കെ ഒരു ഭക്ഷണം ഉണ്ട്. അപ്പൊ സംഗതി മതമല്ല പ്രശ്നം, ഭക്ഷണമാണ് പ്രശ്നം എന്നർത്ഥം. അതാണ് ഫാഖ്യാനി പറഞ്ഞത്, എഴുത്തനാ ബിഹൽ അക്കാലൂൻ. ചില ശാപ്പാട്ട് വീരന്മാരാണ് ഇത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ആ ഇടങ്ങാറാണ് നമ്മളിപ്പോ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കല്ലോ, നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശൈലി ഇത് തുടങ്ങിയോടെ മുതൽ അങ്ങനെ തന്നെ. ഇനി മുദഫർ രാജാവ് ഉണ്ടാക്കിയത് എന്താ അറിയാം? മുദഫർ രാജാവ് തുടങ്ങിയന്ന് മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായും ഉണ്ടോരോ തരം. 5,000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ. ഇതൊക്കെ ഉണ്ടായ ആരാണ്ടാകാം? ഉലമാക്കൾ അനവധി, ഹാജറുണ്ടതിരന്ന്. അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. അപ്പൊ അത് അവിടെ മുതൽ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കല്ലേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ നിങ്ങൾ പറ്റുമെങ്കിൽ നാട്ടിലോട് ഒരു ചെറിയൊരു കണ്ടീഷൻ പറയാം. നാട്ടിലോട് ഇനി അടുത്ത കൊല്ലം ഇപ്പൊ കഴിഞ്ഞിരിക്കാം, അടുത്ത കൊല്ലം പറയാം, അടുത്തൊരു 5 കൊല്ലം ഞങ്ങളൊക്കെ പെരിയൊന്ന് മൗലിദ് ഓതിക്കോളാം, ഒരു ഭക്ഷണവും വേണ്ടെന്നറിയാം. ഭക്ഷണം വേണ്ട, കൈമണക്കും വേണ്ട, റസൂലുള്ളാഹിന്റെ മതം കൂടിയിട്ടുള്ള സംഗതിയല്ലേ, ഞങ്ങൾ നടത്തിക്കോളാം എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പങ്ങളും പറയും, ഇത് നല്ല ബിദഅത്തൊക്കെ ഉള്ള, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നത്.
അപ്പൊ സംഗതി ഇതൊക്കെ അവിടെയാണ് ഇതിന്റെ ആസ്വദി. പോട്ടെ, നമ്മൾ അത് പറയല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുന്നത് നിങ്ങൾ ഈ ഇത്രയും നിലയ്ക്ക് അടങ്ങാറായി ഭക്ഷണം കൊടുക്കലാണ്, മധു പറയലാണ്, പാട്ടുപാടലാണ്, പാണം വിടലല്ല. പാണം വിടലും ഇപ്പൊ ഉണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ പാണം വിടലും പടക്കം പൊട്ടിക്കലും ഉണ്ണി മുഹമ്മദും ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകുന്നതൊക്കെ ഇപ്പൊ പള്ളി അലങ്കരിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം ക്രിസ്ത്യൻ പള്ളി അലങ്കരിച്ചു, സുന്നി പള്ളി അലങ്കരിച്ചു. കാരണം വ്യാഴാഴ്ച നമ്മളെ പള്ളിയിൽ, വെള്ളിയാഴ്ച ഓല പള്ളിയിൽ. അപ്പൊ രണ്ടോടത്തും ആഘോഷമായി. പാലക്കാട് ജില്ലയിൽ ഒരു സുന്നി പള്ളിയിൽ ക്രിസ്തുമസ് സ്വീകരണം കൊടുത്തു. ക്രിസ്തുമസ് സ്വീകരണം, എന്നിട്ട് പള്ളിക്ക് വെച്ചിട്ട് കേക്ക് മുറിക്കല്, വിതരണം ചെയ്യലൊക്കെ ഉണ്ടായി. പത്രങ്ങളിൽ വന്നതാണല്ലോ. അധികം വൈകാതെ അതിങ്ങോട്ടൊക്കെ എത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വക ന്യായം പറഞ്ഞ് ദീനിൽ ഒരു ബിദഅത്ത് സ്ഥാപിക്കാൻ വകുപ്പില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഏതാണെന്ന് ഈ പറയുന്ന ഈ ഒരു ശൗര്യത്തിന്റെയും ഈ ഒരു ചോദിക്കാനുള്ള ആവേശത്തിന്റെയും ഒക്കെ ഒരു ചെറിയ ശതമാനം മതി ഒറ്റ വരി വായിച്ചിരുന്ന സ്വഹാബിമാർ ചെയ്തിരിക്കുന്നു, താബിഈങ്ങൾ ചെയ്തിരിക്കുന്നു, താബികൾ ചെയ്തിരിക്കുന്നു, ഷാഫിമാവ് പറഞ്ഞിരിക്കുന്നു എന്ന് ഒരു വരി വായിച്ചാൽ മൗലിദ് കിതാബ് അത് നമുക്ക് ഒന്നിച്ച് ചെല്ലിപ്പിരിയാന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു പൂതിങ്ങൾക്കില്ലേ? അതിനെ ആവേശം വഹാബിയുടെ സ്റ്റേജിൽ മൗലിദ് വെച്ചിട്ട് പിരിഞ്ഞ് കാണാൻ എന്തോ രസിക. നാളെ എല്ലാ പേപ്പറും ഫസ്റ്റ് പേജിൽ വരും. അതിന് എത്ര പൂതി ഉണ്ടാവും സാധാരണ മൂല്യന്മാർക്ക്? അത് പറഞ്ഞാൽ മതി. ഇതാ ഈ ആയത്ത് ഹദീസൊക്കെ ഇറങ്ങിയപ്പോ സ്വഹാബിയുടെ റബീഉൽ അവ്വൽ മാസം ഒരുമിച്ച് കൂടിയിട്ട് ഒന്നിച്ച് കൂടി വല്ല മൗലിദൊന്നും വേണ്ട, പേരോട് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞമാർ ചെറുങ്ങനെങ്കിലും എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ രൂപത്തിൽ ഒരു ചെറിയൊരു മൗലിദ്, ഒരു 4 ഈത്തപ്പഴം, കുറച്ച് കാരക്ക, അതൊക്കെ നമുക്ക് ഇത്രേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ആ നിലക്കെങ്കിലും. ഇനി ആ സ്വഹാബത്തിന്റെ മതം പഠിച്ച താബിഈങ്ങൾ, താബിഈന്ന് മതം പഠിച്ച താബികൾ, അതേപ്പോ ഇമാം ഷാഫി ഓലൊക്കെ ചെയ്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. അതൊന്നും ഇല്ലെങ്കിൽ 2 കാര്യം: ഒന്ന്, ഇത് ദീനല്ല; 2, അവരൊക്കെ പേരിൽ നാട് നീളെ നിങ്ങൾ പ്രചരിപ്പിച്ച ഫ്ലക്സുകൾ, വാട്സപ്പ് പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച പ്രചാരണങ്ങൾ ആ മഹാത്മാരായ മുൻഗാമികളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവാണെന്ന് തിരിച്ചറിഞ്ഞ് റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യാൻ കൂടി സമയം കണ്ടെത്തുക. അപ്പൊ ഞാൻ ഇതുവരെ ചോദിച്ച ചോദ്യത്തിന് മൗലവി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഫറഹ് നടത്താൻ ഇവിടെ ഇസ്ലാമിൽ ഖുർആനിൽ നമ്മളോട് കൽപ്പനയുണ്ട്. ഈ ഫറഹ് എങ്ങനെയാണ്? ഇതിനിതുവരെ മൗലവി ഇവിടെ എത്രയോ മൗലിദിന്റെ ഏടുകള് അങ്ങനെ കൊടുങ്ങാണ്ട് ഇങ്ങനെ പാട്ട് പാടാതല്ലാതെ അതിനൊന്നും കാര്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മൗലവിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടത്തുന്ന പരിപാടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലും അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. അതിനിപ്പോ എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ ഭക്ഷണം കൊടുക്കലും ഒരു പ്രശ്നമുള്ള കേസല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം ഞങ്ങൾ തിന്നണേറ്റ് നിങ്ങൾക്ക് കിട്ടാത്ത പോലെ അസൂയ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ. ഇന്ന ഭക്ഷണം ഇല്ലാതെ ഞങ്ങൾ എവിടെ ഒരു ഭക്ഷണം ഇല്ലാതെ റാലിങ്ങനെ റോട്ടിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ചോറ് കിട്ടാത്ത പോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെലവ് പിരിവെന്തെങ്കിലും നടത്തിയാണ് നിങ്ങൾക്ക് തിന്നാൻ തരാം. അത് നിങ്ങൾ വിഷയാക്കണ്ട, നിങ്ങൾ നമ്മളോട് രഹസ്യമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഈ റബീഉൽ അവ്വൽ ഏതെങ്കിലും മാസം അല്ലെങ്കിൽ പോട്ടെ ഏത് മാസമാവട്ടെ, അത് ഏത് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പരിശുദ്ധമായ ഖുർആനിലൂടെ അങ്ങനെ കൽപ്പനയുണ്ടെങ്കിൽ ഫറഹ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുണ്ടെങ്കിൽ ആ ഫറഹ് എങ്ങനെയാണ്? അത് നിങ്ങൾ ഇതുവരെ വിശദീകരിച്ചില്ല. ജുമാ ഖുത്ബയുടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ്, താബിഈങ്ങളും തബഉ താബിഈങ്ങളും സ്വഹാബത്തും ചെയ്തില്ല, അതിന് നിങ്ങൾ ഇതുവരെ തെളിവ് പറഞ്ഞില്ല. ആദ്യം മക്കീമായ മുസ്ലിയാർ ചോദിച്ച ആയത്ത് നിങ്ങൾ ഇതുവരെ സമർത്ഥിക്കാൻ സാധിച്ചില്ല. ഈ ഫറഹിന്റെ മാന എങ്ങനെയാണ്? അതൊരിക്കലും ഇതുവരെ വിശദീകരിച്ചില്ല. നിങ്ങൾ ഖുർആന് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശമുണ്ടായിരിക്കും, അത് ശരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വൽ മുറാദു ബിർ റഹ്മത്തി, റഹ്മത്ത് കൊണ്ട് മുത്തനബിയാണ് എന്ന് ഒരു തഫ്സീർ വെക്കുകയാണെങ്കിൽ, ഇബ്നു അബ്ബാസ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ എങ്ങനെയാണ് എന്ന് മറുപടി പറയണം. അതിന് പുറമെ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ മദ്ഹ്, ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വേദാറുണ്ടെങ്കിൽ ഭക്ഷണമില്ലാതെ വെറും ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ മൗലിദും അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു മാനസ്വാദ രചിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായിട്ട് വിഷയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ മൗലവി എന്റെ തൊട്ട് ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ആ ഫറഹിന്റെ കോലം എങ്ങനെയാണ്? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല. കാരണം ജുമാ ഖുത്ബ നിങ്ങൾ ആഴ്ചത്തോറും നടത്തി വരുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾ കൊല്ലത്തിൽ നടത്തുന്ന ഒരു റബീഉൽ അവ്വലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വഹാബത്ത് ചെയ്തിക്കണോ, ഷാഫി ഇമാം ചെയ്തിക്കണോ, തബഉ താബിഈങ്ങൾ ചെയ്തിക്കണോ? ഇത്ര ബേജാറുള്ള നിങ്ങളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആഴ്ചത്തോറും നിങ്ങൾ നടത്തുന്ന ജുമാ ഖുത്ബക്ക് എവിടെ ഏതെങ്കിലും ഒരു ഇമാം പോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ മാത്രം താബിഈങ്ങളുണ്ടോ, അവിടെ തബഉ താബിഈണ്ടോ, സ്വഹാബത്തുണ്ടോ? അതിന് നിങ്ങൾക്ക് മറുപടി ഇല്ല. അപ്പൊ സ്വഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ അത് പ്രശ്നമുണ്ടോ? ഇനി ഭക്ഷണത്തിന്റെ ബേജാറിൽ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല? അതിന് മറുപടി പറയുക. അൽഹംദുലില്ലാഹ്, നിങ്ങളെ വളരെ പറ്റി മനസ്സിലായി. നിങ്ങളെ കൊടുന്ന മനുഷ്യന്മാർക്ക് സമാധാനമാകാൻ ഇതൊക്കെ നല്ലതാ. മറ്റേ പോകുമ്പോൾ ചോദിക്കുന്നത് എന്താ അവസ്ഥ, നിങ്ങളെ വല്ല പ്രതീക്ഷ നമ്മൾ ഫീസ് നിന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആയല്ലോ എന്ന് ചോദിക്കുന്ന നിങ്ങൾ ഭക്ഷണമൊക്കെ അല്ല ബേജാറ്, നിങ്ങൾ ഹറാമത്ത് നിന്നില്ല ബേജാറ്.
അവിടെ പ്രശ്നം. ഭക്ഷണം നമ്മളുകളൊക്കെ കഴിക്കലുണ്ട്, അത് കഴിക്കാൻ ജീവിക്കാൻ പറ്റുന്നല്ലോ. അത് ജിന്നാലും ഇൻസാലൊക്കെ ഭക്ഷണം വേണം, അത് ഇല്ലാതാക്കാൻ പറ്റൂല. നേരെ മറിച്ച് ഹറാമ് തിന്നുമ്പോൾ ഒരു ബേജാറ് അതേ ഉള്ളൂ. ദീന്റെ പേരിൽ ഇല്ലാത്തുണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ പറ്റിച്ച് അന്യായമായി തിന്നുമ്പോ ഫാക്കിഹാനി പറഞ്ഞ വഴുത്തനാബിഹർ അക്കാലൂർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ പെടുകയാണല്ലോ എന്ന ബേജാറ് നമുക്ക് വേറെ ബേജാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കിയാൽ നിങ്ങൾ വരുമെന്നാ ഉണ്ടാക്കിയെങ്കിലേ അത് ഒരു സങ്കല്പം മാത്രമല്ലേ, അതെങ്ങനെ ഈ ജന്മത്തിൽ നടക്കുമോ? അതേപോലെ ആദ്യം നിങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല. പിന്നല്ലേ ഞങ്ങൾ ഭക്ഷണം ഉണ്ടായിട്ടും ജാതിയും ഒക്കെ റസൂലുള്ളാഹിന്റെ മതം എവിടേക്ക് എങ്ങനെയൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അവിടേക്ക് ആ രൂപത്തിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം ദീനിനും ഒരു പുതിയ ആചാരമായി കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അപ്പൊ ഏതായാലും ഇപ്പൊ മൂപ്പര പ്രശ്നം തരുമോ? ഇവിടെ ഈ ഫറഹ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഫറഹ് റഹമത്താന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് ആണല്ലോ. ആ ഇബ്നു അബ്ബാസ് എങ്ങനെ ആയത്ത് പ്രാവർത്തിയാക്കി? അങ്ങനെ പ്രാവർത്തിയാക്കിക്കൊള്ളി. ആ ഇബ്നു അബ്ബാസ് നബിദിനം ആഘോഷിച്ചോ? അതല്ലേ നോക്കേണ്ടത്. ഇബ്നു അബ്ബാസ് തങ്ങളാണല്ലോ പറഞ്ഞത് ഇബത്ത റഹ്മത്ത് റസൂലാണ്. അത് പറഞ്ഞ ഇബ്നു അബ്ബാസ് ആഘോഷിച്ചോ റബീഉൽ അവ്വൽ? അതെല്ലാം ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അതാണ്, ഇല്ലേ പിന്നെ എങ്ങനെയാ ഈ ഫറഹ്? അതാണ് ഇസ്ലാമിന്റെ അഹ്ലുകാരാക്കി റബ്ബുകളെ മാറ്റി, ഖുർആന്റെ അഹ്ലുകാരാക്കി റബ്ബ് മാറ്റി, അല്ലാഹു റസൂലിനെ പറഞ്ഞയച്ചു തന്നു, ദീന് പഠിപ്പിച്ചു തന്നു, തൗഹീദ് പഠിപ്പിച്ചു തന്നു, നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്താനുള്ള മര്യാദകൾ മാതൃകകൾ പഠിപ്പിച്ചു തന്നു. അതിൽ സദാസമയം സന്തോഷം വേണം. സദാസമയം അൽഹംദുലില്ലാഹി പഠിച്ചോനെ ഇതിലേക്ക് ഹിദായത്ത് തന്ന എനിക്ക് സർവസ്തുതിയും അത് ഫറഹാണ്. അത് ഫറഹാണ്. റഹ്മാനായ റബ്ബിനോടുള്ള ശുക്ർ കാണിക്കൽ അത് ഫറഹാണ്. റഹ്മാനായ റബ്ബിനെ പ്രശംസിക്കൽ അത് ഫറഹാണ്. നിസ്കരിക്കൽ അത് ഫറഹാണ്. നോമ്പ് നോക്കൽ അത് ഫറഹാണ്. ഖുർആൻ ഓതൽ അത് ഫറഹാണ്. അല്ലാഹു റസൂലിനെ പിൻപറ്റൽ അത് ഫറഹാണ്. അതാണ് ഫറഹ്. അതാണ് ഫറഹ്. എന്താ കാരണം? ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം വന്നിരിക്കുന്നു. ആ ഉപദേശത്തിൽ എങ്ങനെ സന്തോഷിക്കാം? ആ ഉപദേശം ഉൾക്കൊള്ളുക. മനസ്സുകൾക്ക് ശിഫ വന്നിരിക്കുന്നു, അതെങ്ങനെ സന്തോഷിക്കുക? ആ ശിഫ സ്വീകരിക്കുക. കുഫ്റിൽ നിന്ന് മുക്തമാവുക, ശിർക്കിൽ നിന്ന് മുക്തമാവുക, നിഫാഖിൽ നിന്ന് മുക്തമാവുക, ഹറാമിൽ നിന്ന് മുക്തമാവുക, ബിദ്അത്തിൽ നിന്ന് മുക്തമാവുക, ഖുറാഫാത്തിൽ നിന്ന് മുക്തമാവുക, സുന്നത്തിലേക്ക് മടങ്ങുക, ഈമാനിലേക്ക് മടങ്ങുക, തൗഹീദിലേക്ക് മടങ്ങുക. അതാണ് ഫറഹ്. അതാണ് അൻജഅലക്കും മിൻ അഹ്ലിഹി, നിങ്ങൾ അതിനെ അഹ്ലുകാരാക്കി. അതാണ് സന്തോഷിക്കേണ്ടത് എന്നത്. അത് സന്തോഷിക്കണം. എപ്പോ സന്തോഷിക്കണം? എപ്പോഴും സന്തോഷിക്കണം. ഇസ്ലാം സ്വീകരിക്കാൻ അവസരം കിട്ടിയതിൽ, തൗഹീദിന്റെ വഴി എത്തിപ്പെട്ടതിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ വഴി ജീവിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം, അതിലുള്ള ആനന്ദം, അതിലുള്ള സമാധാനം അത് ചില്ലറയാണോ? അല്ലാഹു പറഞ്ഞില്ലേ കുല്ലൻ തുമിനു വലാകിൻ ഖുലു അസ്ലംനാ എന്ന അറാബിയോട് മറുപടി പറഞ്ഞല്ലോ. എന്നിട്ട് പഠിച്ചോട് പഠിപ്പിച്ചെന്താണ്? യമുന്നുന അലൈക നസ്ലമു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എടുത്തു പറയേണ്ട ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും നിങ്ങളെ ഹിദായത്തിലാക്കി എന്നത് പഠിച്ചോ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അത് എടുത്തു പറയുന്നു. ആ ബോധം നമുക്ക് ഉണ്ടാകണം. പടച്ച റബ്ബ് ദീനിന്റെ വഴിയിലേക്ക് മാർഗം കാണിച്ചു തന്നു, ഹിദായത്തിലാക്കി തന്നു എന്നുള്ളത് ബോധം നമുക്ക് വേണം. അതാണ് ഫറഹ്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഈ ആയത്ത് വിശദീകരിച്ച ഒരൊറ്റ തഫ്സീറിലും ഇത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന പരാമർശമേ ഇല്ല. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ടോ ഇനി വേണ്ട ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു തഫ്സീർ, ഇബ്നു ജരീർ തുബരി മുതൽ ഇങ്ങോട്ടുള്ള തഫ്സീറുകൾ, ഇനി വേണ്ട ഇബ്നു അബ്ബാസ് മുതലുള്ള മുഫസ്സിറുകൾ, അവരാരെങ്കിലും ഈ ഒരു ആയത്തോ അല്ലാത്ത ആയത്തോ വിശദീകരിച്ചുകൊണ്ട് ഇത് റബീഉൽ മാസം ആഘോഷിക്കാൻ തെളിവാണ്, പ്രവാചക ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് പഠിപ്പിച്ചില്ല. അവരാരും ആഘോഷിച്ചില്ല. സ്വഹാബിമാർ ആരും ആഘോഷിച്ചില്ല. താബിഈങ്ങൾ ആഘോഷിച്ചില്ല. തബഉ താബിഈങ്ങൾ ആഘോഷിച്ചില്ല. പിന്നെ ജുമുഅ ഖുത്ബയുടെ വിഷയമാണ്. അത് ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കും. അപ്പൊ ഞങ്ങൾ പറയും ജുമുഅ ഖുത്ബയിൽ നബി തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്. അതേപോലെ ജുമുഅ ഖുത്ബയുടെ വിഷയത്തിൽ സ്വഹാബിമാർ പഠിപ്പിച്ചത് എന്താണ്, അതേപോലെ ജുമുഅ ഖുത്ബയുടെ വിഷയത്തിൽ താബിഈങ്ങൾ അധ്യാപനം എന്താണ് എന്ന് വ്യക്തമായി ഞങ്ങൾ അവിടെ പറയും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇല്ല എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തും എല്ലാ ആയത്തും മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ സ്വീകരിക്കുക. അതാ സലഫി മൻഹജ്. ചിലർ മനസ്സിലാക്കിയ പോലെ അത് അഞ്ചാം മദ്ഹബല്ല, അത് പുതിയ കണ്ടുപിടുത്തമല്ല, അത് സലഫി മൻഹജ്. സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ, സലഫ് എന്ന് പറഞ്ഞാൽ ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഉത്തമ തലമുറകളായി പഠിപ്പിക്കപ്പെട്ട തലമുറകൾ എങ്ങനെ പഠിപ്പിച്ചുവോ അങ്ങനെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത് ഏത് ആയത്തും ഏത് ഹദീസും. അല്ലാതെ മതത്തിൽ പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് പുത്തനാചാരം ഉണ്ടാക്കി ബിദ്അത്തുകൾ സ്ഥാപിച്ച് അതിന്റെ പിന്നാലെ പോകാനല്ല നാം പരിശ്രമിക്കേണ്ടത്.